Good evening. Good evening, ma'am. Good Good evening. evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, Yodi. Okay, we can start. Prayer undo. Please. അടിപൊളി prayer. So we can start with a silent prayer, right? Okay. ഞാൻ പറയട്ടെ മാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരീണമേ ദയാനിധി. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സുഖീഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. വെൽക്കം മാം. Thank you. Thank you. Nice. Okay. So നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനെങ്കിൽ ഷെയർ ചെയ്യാം, or else we can start the class. Before that, കുറേ ലിസ്റ്റ് എനിക്ക് ഉമ്മു അയച്ചു തന്നു. 22 തുടങ്ങിയുള്ള വൈവ സ്ലോട്ടിന് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കൊരു കൺസേൺ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. റാൻഡം ആയിട്ട് ഓഫീസിൽ നിന്ന് തന്നെ 22 തുടങ്ങി വൈവക്ക് പേരിടും. അപ്പൊ ഞാൻ ആദ്യം തയ്യാറുള്ളവരുടെ ലിസ്റ്റ് കൊടുത്തു. അവരുടെ കഴിയുന്നതേ ബാക്കിയുള്ളവരുടെ പേരുകൾ പിന്നെ റാൻഡം ആയിട്ട് ഇട്ട് തുടങ്ങും. നമുക്ക് പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് അതനുസരിച്ച് ഒന്ന് കോപ്പറേറ്റ് ചെയ്യുക. പിന്നെ 4th നേരിട്ട് വരുന്നവരോട് ഞാൻ സ്പെഷ്യൽ പെർമിഷൻ ഞാൻ മാമിനോട് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് 10th പ്രാക്ടിക്കൽ ആയതുകൊണ്ട് പ്രാക്ടിക്കൽ കഴിഞ്ഞ് അവരുടെ ആരെങ്കിലും വൈവ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുള്ളൂ. കൂടി വന്നാൽ ഒരു 5-6 പേര് ഉണ്ടാവുള്ളൂ. പിന്നെ ടീച്ചേഴ്സ് ഉണ്ടാകും 2 പേര്. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഉണ്ടാവില്ല. ഞാൻ ഉച്ചയാകുമ്പോഴേക്കും ഞാൻ തിരിച്ചു പോകും. എനിക്ക് പോകണം. ഞാനൊരു സ്കൂളിൽ ഒരു സെഷൻ സാറ്റർഡേസ് എടുക്കുന്ന ദിവസം ആഫ്റ്റർനൂൺ. സോ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഓക്കെ. ഞങ്ങളുടെ എക്സാം കഴിയുമ്പത്തിനും വൈവ തീരും, അങ്ങനെയാണോ? ഇല്ലില്ല, എക്സാം ടൈമില് എനിക്ക് തോന്നുന്നു എക്സാം ആകുമ്പോഴേക്കും അതൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കായിരിക്കും. അതിനു മുമ്പ് തീർക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാരും കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് തീരും. എക്സാമിന് മുമ്പ് തീരും. അപ്പൊ എക്സാം നിങ്ങൾക്ക് ഒട്ടും സ്ട്രെസ് ഇല്ലാതെ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് എഴുതാം. അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞ് വൈവ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു പതിവ്. അപ്പൊ അത് സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റും റെഡിയാക്കുന്നതിൽ ഡിലേ വരുന്നു. അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞ ഉടനെ തന്നെ, കാരണം പ്രാക്ടിക്കലിനെ ബേസ് ചെയ്തിട്ടാണ് വൈവ വരുന്നത്. ഡിലേ ആവരുതെന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോ അപ്പോൾ എക്സാം കഴിയുന്നതേ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റിസൾട്ട് ആവും. സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. മാം, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു, ഒന്ന് ചോദിച്ചോട്ടെ? മാം, നമ്മുടെ സെമിനാറിന്റെ കാര്യത്തിലാണേ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള ഡൗട്ട് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ തന്നെ ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യമേ സെമിനാർ, അപ്പം അന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇത് സെമിനാറായിട്ട് നമുക്ക് മാർക്ക് ഇടാൻ കണക്ക് കൂട്ടുന്നതാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ, തമന്ന, സിനു ഞങ്ങളൊക്കെ ആദ്യമേ ന്യൂട്രീഷ്യൻ്റെ മാമിൻ്റെ തന്നെ ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾക്ക് ന്യൂട്രീഷൻ്റെ. അപ്പോൾ അത് ഞങ്ങൾ സെമിനാറായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അപർണ മാമിൻ്റെ ക്ലാസ്സിൽ കയറിയപ്പോൾ ഞങ്ങൾ സെമിനാറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ
ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ ആദ്യമേ സെമിനാർ ചെയ്തവരാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. മാം അങ്ങനെയുണ്ടോ? അതായത് ഓരോ ടീച്ചേഴ്സിനും ഓരോ സെമിനാറായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയില്ല. ഞാനത് ടീച്ചറോട് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്തോളാം. നിങ്ങൾ ആദ്യം ചെയ്ത സെമിനാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നത്തിങ് റിലേറ്റഡ് വിത്ത് യുവർ പ്രാക്ടിക്കൽ സൈഡിലുള്ള ഒരു സെമിനാർ അല്ലേ, അതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. അത് നമ്മളുടെ ക്ലാസ്സിന്റെ ഓരോ ടോപ്പിക്കിനനുസരിച്ച് നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി, ദാറ്റ്സ് ഓൾ. പക്ഷെ നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷന് നിങ്ങൾക്ക് PGയുടെ 4th 5th മോഡ്യൂളിനെ റിലേറ്റ് ചെയ്തൊരു സെമിനാർ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായോ? അതുണ്ട് എന്നുള്ളത് അറിയാം. ഞാൻ ഡിപ്ലോമയാണ് മാം. അപ്പൊ ഞാനത് അങ്ങനെ ക്ലാസ്സിൽ ചോദിച്ചപ്പോഴ് മിസ് പറഞ്ഞത് നമ്മൾ ആദ്യമേ ചെയ്തിട്ടുള്ളതാടാ, നിങ്ങൾക്ക് ഇനി പ്രശ്നമില്ല, ചെയ്യാത്തവർക്കുള്ള അവസരമായിട്ട് ഇത് കണക്കാക്കിയാൽ മതി എന്നാണ് അന്ന് പറഞ്ഞത്. ഞാൻ മിസ്സുമായിട്ടൊന്ന് സംസാരിക്കട്ടെ കേട്ടോ. മിസ് എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങള് സെമിനാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ജിഷ മാമിന്റെ ന്യൂട്രീഷന്റെ ചാപ്റ്ററിൽ നിന്നാണ് സെമിനാർ ചെയ്തിട്ടുള്ളത്. പിന്നെ തന്നിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നമ്മുടെ ഒബ്സർവേഷൻ വെച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ചും എൻഡോസൾഫാനെ കുറിച്ചും ഒക്കെ കണ്ടെത്തി എഴുതി അതൊരു സെമിനാർ രൂപേണ അവതരിപ്പിക്കാനായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി മിസ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് ചെയ്യുകയും ചെയ്തു, പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇനി അത് വെച്ചിട്ടാണ് മാം കണക്കാക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ ടീച്ചറുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അതിന് ശേഷം നിങ്ങൾക്ക് ആരാ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതെന്ന് വെച്ചാൽ അവര് നാളെ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. ഞാൻ ഉച്ച കഴിയുമ്പോൾ ഞാൻ നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട്. ആ സമയത്ത് എനിക്കത് സംസാരിക്കാൻ പറ്റുള്ളൂ. മോർണിംഗൊന്നും സമയം കിട്ടില്ല ഞങ്ങൾക്ക് ആർക്കും സംസാരിക്കാനായിട്ട്. അപ്പൊ ഞാനൊന്ന് ചോദിച്ചിട്ട് ഡയറക്റ്റ് സംസാരിച്ചാലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ചോദിച്ചിട്ട് പറയാം നെക്സ്റ്റ് ക്ലാസ്സിൽ. എനിക്ക് യെസ്, ഞാൻ മോണ്ടിസോറിനെ കുറിച്ചിട്ട് ഒരു സെമിനാർ എടുത്തായിരുന്നു. അപ്പം വീണ്ടും ഒരു സെമിനാർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മോണ്ടിസോറിയെ കുറിച്ച് എന്തായിരുന്നു സെമിനാർ? മറിയ മോണ്ടിസോറിയെ കുറിച്ചാണോ? മറിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട്. യെസ്. PG ആണോ മുസ്ലിഫ? അല്ല അല്ല, നോ പ്രോബ്ലം. കാരണം എനിക്ക് PG ഉള്ളവരുടെ സെമിനാർ എന്ന് പറഞ്ഞാൽ അവരുടെ ആ 2 മോഡ്യൂൾ കണക്ട് ചെയ്ത് വരുന്ന സെമിനാർ ടോപ്പിക്കാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ PG ചോദിച്ചത്. സെമിനാർ ശരിക്കും നമ്മുടെ ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ടാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അല്ലാതെ അത് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷനിൽ മാർക്ക് വരുന്നത് PGക്കാർക്ക് മാത്രമേ ഉള്ളൂ. അത് PGയുടെ 4 and 5 മോഡ്യൂളിൽ 100 മാർക്സ് വരുന്നത് അതാണ്. ഡിപ്ലോമ അല്ലെങ്കിൽ PG ഉള്ള കുട്ടികൾ വേറെ ഏതെങ്കിലും ടോപ്പിക് ക്ലാസ് റൂമിൽ സെമിനാർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. ആ ചെയ്തത് എന്താണോ അതൊരു റിപ്പോർട്ടായിട്ട് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ CV അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലില് നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് എന്നുള്ള ഒരു കോളം ഉണ്ടെങ്കിൽ അതിൽ കൊടുക്കാം. ടോപ്പിക് ടേക്കൺ ഫോർ സെമിനാർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അത് എഴുതാം. അപ്പം റിപ്പോർട്ട് തയ്യാറാക്കി കയ്യിൽ വെക്കണം. കാരണം നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവർ ബയോഡേറ്റ നോക്കുമ്പോൾ സെമിനാർ ഇങ്ങനെ ഓരോരോ ടോപ്പിക്കിൽ എടുത്തു എന്ന് കാണുമ്പോൾ അവർ ചോദിക്കും. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യാം. ഇത് ഇറ്റ്സ് ഫോർ യുവർ ഗ്രോത്ത്, ദാറ്റ്സ് ഓൺലി. അതാണ് ക്ലാസ്സിലെടുത്ത ഓരോ സെമിനാറും. നമ്മൾ വാല്യൂ ചെയ്ത സെമിനാർ എന്ന് പറയുന്നത് PG സ്റ്റുഡൻസിന് ഓൺലി. അവര് 4 and 5 മോഡ്യൂളിനെ കണക്ട് ചെയ്തൊരു ടോപ്പിക് എടുത്ത് സെമിനാർ എടുക്കണം. ടോപ്പിക് മേ ബി സംതിങ് ലൈക്ക് ദിസ്. അത് തന്നെ ആവണമെന്നില്ല. ഞാൻ ആ മോഡ്യൂളിൽ നിന്ന് കുറച്ച് ടോപ്പിക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഈ സെമിനാറിനെ കുറിച്ച്. എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിനെ കുറിച്ചിട്ട് സെമിനാർ എടുക്കാം. ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്, ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, 8 ടോപ്പിക്സ് അതിൽ വരുന്നുണ്ട്. അതില് അല്ലെങ്കിൽ 4 ഏതെങ്കിലും ഒരു ടോപ്പിക് മാത്രമായിട്ട് എടുത്ത് ഇലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സെമിനാർ എടുക്കാം. പിന്നെ അപ്രോച്ചസ് ടു ക്ലാസ് റൂം മാനേജ്മെന്റ്, അതും വേരിയസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് സെമിനാർ എടുക്കാം. ടീച്ചേഴ്സ് റോൾ ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ്, ടീച്ചേഴ്സ് ബിഹേവിയർ, ഇമ്പോർട്ടൻസ് ഓഫ് ഡിസിപ്ലിൻ, coordination of co-curricular activities. This is only for PG. Okay. Growth and development, purpose of educational supervision, types of supervision. ഓരോ ടൈപ്പ് എടുത്ത് എക്സ്പാൻഡ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് ബ്രീഫ് ചെയ്ത് പറയാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ഓഫ് ഗുഡ് ഇൻസ്പെക്ടർ, selection of inspectors, quality management in education, quality of faculty,
കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് പറയാം, അല്ലെങ്കിൽ എല്ലാം കൂടെ ചെയ്യാം. റോൾ ഓഫ് ദ ടീച്ചർ ഇൻ ട്രാൻസിഷൻ, ഇങ്ങനെയുള്ള കുറെ ടോപ്പിക്സ് ആ 2 മോഡ്യൂളിൽ നിന്നും ഒന്ന് പിക്ക് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞത്. അതല്ലാതെ വേറെ എന്തെങ്കിലും ടോപ്പിക് റിലേറ്റഡ് അതിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതാണ് നമ്മൾ മാർക്ക് ഇടുന്ന സെമിനാർ. മറ്റേത് നിങ്ങളുടെ പെർഫോമൻസ്, ഓവറോൾ പെർഫോമൻസ് ഒക്കെ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ചെയ്യാതിരുന്നവരുടെ പെർഫോമൻസ് ഒന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഒരു ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് നമുക്കത് കാണാം. ഇനി അങ്ങനെ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് സെമിനാർ റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ കറന്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് അല്ലെങ്കിൽ മറിയാം മോണ്ടിസോറിയെ കുറിച്ച് എന്ത് തന്നെയായാലും ഒരു ടോപ്പിക് എടുത്തിട്ട് നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് സെമിനാർ റിപ്പോർട്ടായിട്ട് വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ ആഡ് ചെയ്യാം. നമ്മളുടെ ഈ കോഴ്സിൽ സെമിനാർ എന്നുള്ളൊരു ആക്ടിവിറ്റി ക്ലാസ് റൂമിൽ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇത്രയും സ്റ്റുഡൻസും കുറെ പേര് റെക്കോർഡ് ക്ലാസ് കാണുന്നതുകൊണ്ട് നമുക്കത് ഒരു ലൈവായിട്ട് കാര്യമായി ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു ഡിഫറൻസ് മനസ്സിലായെന്ന് തോന്നുന്നു. ക്ലാസ് റൂമിൽ നിങ്ങൾ ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത സെമിനാറും നിങ്ങളുടെ ആ ഒരു PG റിലേറ്റഡ് സെമിനാറും തമ്മിൽ എന്താ ഡിഫറൻസ് എന്നുള്ളത്. ഡിപ്ലോമക്കാർക്ക് പ്രാക്ടിക്കൽ സെഷനിലെ സെമിനാർ എന്നുള്ളതില്ല, അത് കോമൺ ആയിട്ട് എല്ലാവരും ക്ലാസ് റൂം ആക്ടിവിറ്റി ആയിട്ട് ചെയ്ത സെമിനാറാണ്. ഓക്കെ, ഇനി ഒന്നുമില്ല. ഒരു കാര്യം ചോദിച്ചിട്ട് മറ്റേ അസൈൻമെന്റിന്റെ ലാസ്റ്റത്തെ എന്താ അസൈൻമെന്റ് എഴുതിയിട്ടില്ലേ? അപ്പോ വൈവയ്ക്ക് മേ ബി അതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മിസ് പറഞ്ഞിട്ടില്ലേ? അതെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പറഞ്ഞാൽ അത് ജസ്റ്റ് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിൽ നോക്കി പറഞ്ഞാൽ പോരെ? അതിനെ കണ്ടന്റ് മുഴുവൻ നമ്മൾ നോക്കിയൊക്കെ വെക്കണോ? അതായത് നിങ്ങൾ അത് ബ്രീഫ് ചെയ്യണം. അതായത് ഇപ്പൊ അതിനകത്ത് വേൾഡ് ഫേമസ് ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാനുണ്ട്. അപ്പൊ ആരെങ്കിലും ഒരാളെ പറ്റി പറയൂന്ന് പറയുമ്പോൾ അത് ഫുൾ ഇങ്ങനെ റീഡ് ചെയ്യല്ല, നമ്മൾ നോക്കി വായിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് യുവർ പെർഫോമൻസ്. ഓക്കെ, സോ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതവിടെ എവിടെ നിന്ന് ചോദിച്ചാലും ആൻസർ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാലേ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഒക്കെ ശരിക്കും ഗൂഗിൾ നോക്കിയാണ് എഴുതിയിരിക്കുന്നത്. അതായത് എവിടെ ആ ടെക്സ്റ്റ് ബുക്ക് മറ്റേ റൈറ്ററിന്റെ എഴുതിയിട്ടില്ല, ബുക്ക് വായിച്ചിട്ട് എഴുതാനൊക്കെ റീഡറിന് അതൊക്കെയെന്ന് വെച്ചാൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മറ്റേ ബാക്കി മോണ്ടിസോറി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ എനിവേ നമ്മൾ എഴുതിയ അസൈൻമെന്റ് ആണല്ലോ, അപ്പൊ നമ്മൾ എഫേർട്ട് എടുത്തിട്ടല്ലേ ചെയ്തിരിക്കുന്നത്, അപ്പൊ ഓർമ്മ വരും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ. എവിടെ വരെയായി? സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ആണോ അതോ അതിന് മുമ്പുള്ള ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് കഴിഞ്ഞോ? ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ്. സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് എത്തി മാം, സ്റ്റാർട്ട് ചെയ്യണം. ഓഫ് ഗ്രോത്ത് ആരെങ്കിലും പ്രിപ്പയർ ആയി വന്നിട്ടുണ്ടോ ക്ലാസ് ലീഡ് ചെയ്യാൻ? ആസ് യൂഷ്വൽ ജോലി തന്നെയാണോ? പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാനൊരു അസസ്മെന്റ് ടൂളിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഒരു ബുക്ക് വാങ്ങി 4 പാർട്സ് ആക്കാനായിട്ട്. അതില് മറിയ മോണ്ടിസോറി ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് 2 സ്റ്റേജ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ഈ ചൈൽഡ്ഹുഡിനെ അഗെയിൻ മറിയ മോണ്ടിസോറി 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഡൾട്ട്ഹുഡും 2 പീരിയഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി ഈ ഡെവലപ്മെന്റ്, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് 2 സ്റ്റേജസും അല്ലെങ്കിൽ 4 പീരിയഡ്സ് അല്ലെങ്കിൽ 4 ഫോർമേറ്റീവ് പ്ലേൻസ്. ഈ ചൈൽഡ്ഹുഡ് അതായത് 1ാമത്തെ സ്റ്റേജ് ബർത്ത് തുടങ്ങിയിട്ട് 0 to 12 ഇയേഴ്സ് ആണ്, ടീനേജിന്റെ പടിവാതിലേക്ക് എത്തുന്ന ആ ഒരു പ്രായം. പിന്നെ അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 to 24 ഇയേഴ്സ്. 12 to 24 ഇയേഴ്സ്. അപ്പൊ എഗെയിൻ മറിയ മോണ്ടിസോറി ചെയ്തത് ഓരോ സ്റ്റേജിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്തു ആസ് പെർ ദ ഏജ്. ഫസ്റ്റ് പീരീഡ് ബർത്ത് തുടങ്ങിയിട്ട് 6 ഇയേഴ്സും സെക്കൻഡ് പീരീഡ് 6 ഇയേഴ്സ് തുടങ്ങി 12 ഇയേഴ്സും അഡോളസൻസിലേക്ക് വരുന്ന ഒരു കാലഘട്ടം, 6 to 12 ഇയേഴ്സ്. ദെൻ സെക്കൻഡ് സ്റ്റേജിനെ വീണ്ടും 2 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിലെ തേർഡ് പീരീഡ് ആയിട്ട് വരുന്നത് 12 ഇയർ തുടങ്ങിയിട്ട് 18 ഇയർ, ടീനേജിന്റെ ആ ഒരു പീക്ക് അല്ലെ, 18 ഇയർ. ഫോർത്ത് പീരീഡ് ആയിട്ട്
ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 18 ഇയേഴ്സ് തുടങ്ങിയിട്ട് 24 ഇയേഴ്സ്. അപ്പോൾ ഒരു 24 ഇയേഴ്സ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു. 24 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പോഴേക്കും ബ്രെയിനൊക്കെ ഫുള്ളി ഡെവലപ്പ് ആകും എന്നൊക്കെയാണ് പറയുന്നത്. മെച്യൂർ ആയിരിക്കും, ഡിസിഷൻ മേക്കിംഗ് പക്കയായിരിക്കും, പ്രോബ്ലം സോൾവിങ്ങിൽ ക്ലാരിറ്റി ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു ഏജ് ആണ് ആ ഒരു സമയം. നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളൊരു PG കഴിയുന്ന ഒരു പ്രായം, പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന പ്രായം, ബ്രേക്ക് ഒന്നും ഇല്ലാതെ പഠിച്ചു വരുവാണെങ്കിൽ. ഓക്കെ, അതാണ് ഈ ഒരു ഏജിന്റെ കാര്യത്തിൽ മറിയ മോണ്ടിസോറി ഇത്രയുമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ആ ഒരു കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജസ്, ആ ഒരു ഏജിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചൈൽഡ് സൈക്കോളജി ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. പക്ഷെ അതിൽ ചുരുങ്ങി പോകാതെ ഇരിക്കാൻ നോക്കണം. അതുകൊണ്ട് നമ്മൾ ചൈൽഡ് സൈക്കോളജി മാത്രമല്ല ഡെവലപ്മെന്റൽ സൈക്കോളജിയും അറിഞ്ഞിരുന്നത് നന്നായിരിക്കും. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ കംപ്ലീറ്റ് ലൈഫ് സ്പാൻ, ഒരു ലൈഫ്, ജീവന്റെ തുടിപ്പ് അമ്മയുടെ വോംബിൽ ഉണ്ടാകുന്ന സമയം തുടങ്ങി ടോംബ് വരെ എത്തുന്ന സമയം, വോം ടു ടോംബ്, അതാണ് ഡെവലപ്മെന്റൽ സൈക്കോളജി. മരണം വരെ എത്തുന്നത് വരെയും ഒരു മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഡെവലപ്മെന്റ്. അപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത്രയും വാസ്റ്റ് ആണ്. ചൈൽഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ആ ചൈൽഡ്ഹുഡിലെ മാറ്റങ്ങളായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഏത് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലാണോ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത് ആ ഏജിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം. അതായത് സൈക്കോളജിയുടെ അപ്ലിക്കേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ സെറ്റിങ്സ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും. മോണ്ടിസോറിയുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങളൊരു സ്കൂളിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻ, മാനേജ്മെന്റ് ഹയർ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കിയിട്ട് മിക്കവാറും ഹയർ ക്ലാസ്സുകളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഉള്ള, നിങ്ങൾക്ക് നോളജ് വേറെ പല വിഷയങ്ങളിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ഹയർ ക്ലാസ്സുകളിലേക്ക് ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് ചെറിയ കുട്ടികളെ ആവില്ല, ചിലപ്പോൾ കൗമാരക്കാരെയൊക്കെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മളിപ്പോൾ ചൈൽഡ് സൈക്കോളജിയിൽ ഒതുങ്ങാതിരുന്നാൽ അത്രയും നല്ലത്. അപ്ഗ്രേഡ് ചെയ്യുക. മോണ്ടിസോറി കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി, ഐ ഗോട്ട് ദ സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ് വിത്ത് ഹയസ്റ്റ് മാർക്ക് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കും. ബട്ട് ഐ ഹാവ് ടു അപ്ഗ്രേഡ് എവറി ഡേ. ഓരോ ദിവസവും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി എനിക്ക് പഠിക്കാൻ വയ്യ, പഠിക്കാൻ എന്നല്ല, നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഓരോ ദിവസവും ഓരോ ബിഹേവിയർ കാണിക്കുന്ന കുഞ്ഞുങ്ങളെയായിരിക്കും, വളരെ പ്യുവർ സോൾസ്. സോ നിങ്ങളെ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ ഹാർട്ടും പ്യൂരിഫൈഡ് ആയിരിക്കണം, അല്ലേ? നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ പോസിറ്റീവ് ന്യൂട്രിയൻസ്, ലവ്, കെയർ, വാംത്ത്, അഫെക്ഷൻ, കമ്പാഷൻ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കുള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിരിക്കും. സോ ആ അസസ്മെന്റ് ടൂള് നല്ല പോലെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. ഞാനൊരു നോട്ട്ബുക്ക് 4 പാർട്ടാക്കാൻ പറഞ്ഞു. നല്ല പോലെ ഡെവലപ്പ് ചെയ്യാം. അത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെയും നമുക്ക് ഒബ്സർവ് ചെയ്യാം, നമ്മുടെ സറൗണ്ടിങ്സിലുള്ള കുട്ടികളുടെയും നമുക്ക് ഒബ്സർവ് ചെയ്യാം, നമ്മൾ പോകുന്ന സ്കൂളിലെ കുട്ടികളുടെയും നമുക്ക് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഹെൽപ്പ് ദം എ ലോട്ട്. നമുക്ക് അവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ടൈംലി ഇന്റർവെൻഷൻ നടത്താതെ പലപ്പോഴും പല ഇഷ്യൂസിലേക്ക് പോകുന്ന കുട്ടികളുണ്ടാവും. ഓക്കെ, അത് പഠനത്തിലാകാം, അവരുടെ ഇമോഷൻസിലാകാം, അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള ഡെവലപ്മെന്റിന് തടസ്സമൊക്കെ ആയി പോകും. ചിലപ്പോൾ ആ ചെറിയൊരു ഇന്റർവെൻഷൻ ആ ടൈമിൽ നടക്കാതെ വന്നതുകൊണ്ടായിരിക്കും ആ കുട്ടി അങ്ങനെയായി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, ഓക്കെ, ഡിവൈഡ് ചെയ്ത കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഫൈൻ. അതില് ഞാൻ ഡിവിഷനിലാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഈ കുട്ടിയുടെ ഓരോരോ പീരീഡിലും, അതായത് 0 to 6 ഇയേഴ്സിലെ 0 to 3 ഇയേഴ്സ് കുട്ടി വീട്ടിലാണ്. അപ്പൊ വീട്ടിൽ കുട്ടിയുടെ കെയർ ഗിവേഴ്സ്, ജനറലി നമുക്ക് കെയർ ഗിവേഴ്സിനെ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാ കുട്ടികളും അച്ഛനമ്മയുടെ സംരക്ഷണയിലായിരിക്കണം എന്നില്ല വളരുന്നത്. പല പല കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഇതുകൊണ്ടാണ് കെയർ ഗിവേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് അവരുടെ അടുത്ത എൻവയോൺമെന്റിന്റെ ഒരു ഫേസ് എന്ന് പറയുന്നത് സ്കൂളാണ്. അപ്പൊ സ്കൂളിലേക്ക് അവർ പോകുന്നു. അപ്പൊ അവിടെ ടീച്ചേഴ്സ് ആണ്. കുട്ടിയുടെ ഈ ഓരോ പീരീഡും ആ പീരീഡിൽ കുട്ടിക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളും ഗ്രോത്ത്, വളർച്ചയും, ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും ഈ കെയർ ഗിവേഴ്സും ടീച്ചേഴ്സും അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അവരെ കുട്ടിയെ ആ ഒരു
ഡെവലപ്മെന്റിന്റെ ശരിയായ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റുള്ളൂ. അതായത് കുട്ടികളുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്ത് അവരെ മുന്നോട്ട് ഒരു സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കെയർ ഗീവറും അതുപോലെ തന്നെ ടീച്ചേഴ്സും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മോണ്ടിസോറി ചില പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അതായത് ഒരു കുഞ്ഞ് നമുക്കറിയാം ഒരു 3 years വരെ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർക്ക് അങ്ങനെ ഭയങ്കര ഒരു ഹൈപ്പർ ആയിട്ടിരിക്കുന്ന ഒരു പ്രായമാണല്ലേ, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. കണ്ണ് തെറ്റിയാൽ പല കാര്യങ്ങളും അവർ ചെയ്യുന്നൊക്കെ അമ്മമാര് പറയണ കേട്ടിട്ടില്ലേ. അവരങ്ങനെ അടങ്ങിയിരിക്കില്ല, പെട്ടെന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ ഒരു ഉള്ളിലുള്ള പൊട്ടൻഷ്യലാണ് അവരെങ്ങനെ നിങ്ങളുടെ യൂണിറ്റ് 10 ആ പൊട്ടൻഷ്യലിനെ കുറിച്ചും ആ ഒരു ഫോഴ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. നമ്മൾ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീയിങ്സ് ആർ ഇൻകേപ്പബിൾ കമ്പയർഡ് ടു അനിമൽസ് അല്ലെ. അനിമൽസിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. അവർ പെട്ടെന്ന് തന്നെ ഡിപ്പെൻഡൻസിന്ന് മാറുവാണ്, ഇൻഡിപെൻഡന്റ് ആയി മാറുവാണ് പെട്ടെന്ന് തന്നെ. പക്ഷെ ഹ്യൂമൻ ബീയിങ്സ് കുറെ നാൾ വരെയും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അവർ ആ സെൽഫായിട്ട് കാര്യങ്ങൾ, ആ സെൽഫ് കൺസ്ട്രക്ഷൻ, അവരുടെ സെൽഫ് മെയ്ഡ് ഉണ്ടാകാനായിട്ട് കുറെ ടൈം എടുക്കും. അപ്പൊ പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്, ഈ ഒരു പൊട്ടൻഷ്യൽ, ഈ ഒരു ഫോഴ്സ് ഉണ്ട്. ഇവരെ മുന്നോട്ട് പുഷ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോഴ്സ് ഉണ്ട്. ഇവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ ഒരു ഫോഴ്സ് ഇവരെ ഡു ഇറ്റ് എന്ന് പറഞ്ഞത്. നമുക്കൊക്കെ ചിലപ്പോൾ അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും പലപ്പോഴും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ പറയില്ലേ, ഉള്ളിലിരുന്ന് ആരോ പറയണു അത് വേണ്ട, ശരിയാവില്ല. ചിലർ പറയും ധൈര്യമായിട്ട് ചെയ്യൂന്നും പറഞ്ഞിട്ട് പറയുന്ന പോലെ തോന്നുന്നൊക്കെ പറയില്ലേ. നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ഇതാണെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ആയിരിക്കും കേട്ടോ. ശരിക്കും നമ്മളുടെ ആ ഒരു പോക്ക് കറക്റ്റ് തന്നെ ആയിരിക്കും. ചെയ്യരുത് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് തന്നെ ആയിരിക്കും. ചെയ്യൂ എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധൈര്യം കിട്ടിയാൽ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്ത സമയത്ത് ഇത് എല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിച്ചിട്ടുണ്ടാവും അല്ലെ. സോ ഡെഫിനറ്റ്ലി നമ്മളുടെ എല്ലാവരുടെ ഉള്ള ആ ഒരു ത്വര, ഇന്നർ അർജുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. ഇത് കുഞ്ഞുങ്ങളിലെ ചെറുപ്പം തുടങ്ങിയുണ്ട്. അങ്ങനെയാണ് അവരവരുടെ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ വലുതായി കഴിയുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നതെന്ന്. പക്ഷെ അല്ല, ചെറുപ്പം തുടങ്ങി അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ആൻഡ് മെന്റൽ ഗ്രോത്ത് എന്ന് പറഞ്ഞൂടെ? റാപ്പിഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഗ്രോത്ത് എന്ന് പറഞ്ഞൂടെ? അത് എന്താ ജോലി? റാപ്പിഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഗ്രോത്ത് പറഞ്ഞൂടെ? 0 to 6 years കുട്ടികൾക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും അവരുടെ ആ സമയത്ത് അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത്. നല്ല ഫാസ്റ്റ് ആയിരിക്കും. കാരണം എല്ലാ ഏരിയ, അതുകൊണ്ടാണ് ഈ ഒരു ഏജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഫൗണ്ടേഷൻ ശരിയായില്ലെങ്കിൽ പിന്നെ മുകളിലേക്ക് എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും ശരിയാവില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോന്റെ കാര്യം അറിയാം. CBSE ആണ്, 10th ആ കുട്ടിക്ക് ബേസ് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പോഴും അക്ഷരം കൂട്ടി വായിക്കാൻ ഹീ സ്ട്രഗ്ലിങ്. അപ്പൊ ഫൗണ്ടേഷൻ ഇപ്പം കുറെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ട്യൂഷൻ, മണിക്കൂറുകളോളം ട്യൂഷൻ, പക്ഷെ കുട്ടിക്ക് പറ്റുന്നില്ല. കാരണം അവന്റെ ഫൗണ്ടേഷൻ അങ്ങനെ ഇല്ല. സോ പിന്നീട് എന്ത് പ്രൊവൈഡ് ചെയ്തിട്ടും, എത്ര എന്താ പറയാ 1-to-1 എന്നുള്ള രീതിയിൽ ഒരു ട്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടൊന്നും ശരിയാവണ പോലുമില്ല. അതാണ് ആ ഒരു 0 to 6 years കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതാണ് അവരുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം അതായത് ഇപ്പൊ 0 to 3 years വീട്ടിൽ ഇരുന്ന് ചെയ്തു. അപ്പൊ വീട്ടിലെ എൻവയോൺമെന്റ് കറക്റ്റ് ആണെങ്കിൽ, നല്ല കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് പോസിറ്റീവായിരുന്ന ഒരു എൻവയോൺമെന്റ് ആയിരുന്നു വീട്ടിലുണ്ടായെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യും അടുത്ത പീരീഡിലേക്ക്. 3 to 6 years സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ അത് വളരെയധികം റിഫ്ലക്ട് ചെയ്യും കുഞ്ഞിലേക്ക്. അപ്പം ഓരോ സ്റ്റേജ് അല്ലെങ്കിൽ ഓരോ പീരീഡ് കിടക്കുമ്പോൾ പ്രീവിയസ് പീരീഡിൽ നിന്നുള്ള അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും അവരുടെ ഡെവലപ്മെന്റിൽ വരുന്നത്. അപ്പൊ നമ്മൾ വലുതായിട്ട് ശരിയാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. ഫ്രം ദ ഗ്രാസ് റൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. ഓക്കെ, കുട്ടി ഓരോന്ന് ചെയ്യുന്നതിനും ഓരോ ഗോളിലേക്ക് എത്തുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ ഓരോ പീരീഡിലും ഈ കുട്ടികള് അവനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മൾ ഒത്തിരി അങ്ങ് സപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഡെവലപ്മെന്റ് അങ്ങ് സ്റ്റണ്ട് ആയി പോകും, അറസ്റ്റഡ് ആയി പോകും, നിന്നുപോകും. അപ്പം നമ്മൾ ജസ്റ്റ് പാസീവായിട്ട് നിൽക്കുക, കുട്ടിയാണ് ആക്റ്റീവ് ആകുന്നത്. കുട്ടി ലക്ഷ്യം ഡു എന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ഒരു ഇൻസ്റ്റന്റില് മാത്രം ഇന്റർവെൻഷൻ വേണ്ടി വരുന്ന തോന്നുമ്പോഴാണ് നമ്മൾ ഇടപെടുകയുള്ളൂ. അപ്പൊ അതിനൊരു ഹെൽപ്പ്, നമ്മൾ പാസീവായി നിന്നുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചില പാരന്റ്സ് കണ്ടിട്ടില്ലേ, ഇപ്പം അച്ഛനും മോനും കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പം മോൻ പെട്ടെന്ന് കാല് ഇതായിട്ട് ഒന്ന് വീണു. കുഞ്ഞു കുട്ടിയാ, ഒരു 3-3.5 വയസ്സാന്ന് വിചാരിച്ചു.
വീണെടുത്ത് തന്നെ കിടക്കുക, അച്ഛൻ എടുക്കും, അല്ലെങ്കിൽ അച്ഛൻ പുറകെ വരികയാണെങ്കിൽ മുന്നിൽ പോവാണ്, ഒത്തിരി ഓടുന്നു സ്പീഡിലൊക്കെ, വീണെടുത്ത് തന്നെ കിടക്കുക, അത് അച്ഛൻ പുറകെ വരുന്നുണ്ടല്ലോ പിടിക്കും എന്നുള്ളതാണ്. പക്ഷെ അച്ഛൻ ഇവനെ ക്രോസ് ചെയ്ത് പോയി. അപ്പൊ അവന് മനസ്സിലായി അവൻ തന്നെ ചെയ്യണമെന്ന്. തന്നെത്താൻ എണീറ്റ് അവൻ നടന്നു ഓടി അച്ഛൻ്റെ അടുത്തെത്തും. അപ്പൊ ദാറ്റ് ടൈപ്പ് ഓഫ് ഹെൽപ്പാണ് നമ്മുടെ നിന്ന് വരേണ്ടത്. ഒട്ടും പറ്റാത്തൊരു കണ്ടീഷൻ അവരുടെ ബോഡി ലാംഗ്വേജ് അങ്ങനെ മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്നാണ് അക്കോർഡിംഗ് ടു മറിയ മോണ്ടിസോറി. ദാറ്റ് വിൽ ബി കറക്റ്റ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഭയങ്കര ഇന്റലിജൻസ് ഉണ്ടായെന്ന് വിചാരിച്ചോട്ടെ, പക്ഷെ ഇവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നത് വീട്ടിൽ നിന്നാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ദേ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട്. ആ ഒരു രീതിയിലായി പോകും. അപ്പൊ എത്ര ഇന്റലിജൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഓരോ അക്കാദമിക് ലെവലിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ സയൻസ് എക്സിബിഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെത്താനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഇത് വരില്ല. കാരണം എല്ലാം ചെയ്തു കൊടുത്തു, അച്ഛൻ അമ്മ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു, അപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ പോകും. ഓക്കെ, അങ്ങനെ ഓരോ എന്നൊക്കെ പറയുന്നത് ഓരോ പ്ലെയിൻസിന്റെ ഡെവലപ്മെന്റും അതിന്റെ പ്രീവിയസ് പ്ലെയിൻസിന്റെ ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. അല്ലാതെ നമ്മൾക്ക് ഈ കുട്ടിക്ക് 0 to 3 yearsലൊന്നും ഓർമ്മയില്ലല്ലോ, അപ്പൊ ആ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത ഏജ് ആകുമ്പോഴേക്ക് ശരിയാക്കാം എന്നൊന്നും അല്ല. എല്ലാ പീരീഡിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് പീരീഡ് ആണ് ആദ്യം 0 to 6 years. ഞാനൊന്ന് ഷെയർ ചെയ്യാം. അപ്പോഴേക്ക് ഇത് ലീഡ് ചെയ്യാൻ തയ്യാറായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ്, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് ബ്രീഫ് ചെയ്യാം, നോ പ്രോബ്ലം. റീഡ് ചെയ്യണം മാം. നിങ്ങൾ അതിന്റെ കണ്ടന്റ് ക്ലാസ് എടുക്കുകയാണ് വേണ്ടത്, നമുക്ക് റീഡ് ചെയ്തുകൊണ്ടിരിക്കാൻ സമയമില്ല. ലീഡ് ചെയ്യാനാ മാം പറഞ്ഞേ. എന്തോ ലീഡ് ചെയ്യാനാ മാം പറഞ്ഞെന്ന് പറഞ്ഞതാ. യെസ്, അതന്നെ. 9, 10 ബാച്ചിനെല്ലാം ഇത് കഴിഞ്ഞു ഈ ചാപ്റ്റർ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുമായിരുന്നു. ഫസ്റ്റ് പീരീഡ് അല്ലേ മാം 0 to 6 years? ഓക്കെ, ജസ്റ്റ് കുറച്ചൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം കേട്ടോ, ബാക്കി മാം ഡീറ്റെയിൽ ആയിട്ട് പറയുമല്ലോ. മോണ്ടിസോറിയുടെ ഇതില് ഈ ഫസ്റ്റ് പീരീഡ് പറയുന്ന പ്രകാരം നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു കുട്ടിയുടെ എന്താണ് ഓവറോൾ റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നത്. വളരെ വേഗത്തിൽ കുട്ടി വളർച്ചയും ഗ്രോത്തും ഡെവലപ്മെന്റും വികസനവും നടക്കുന്ന ഒരു പീരീഡ് തന്നെയാണ് ഈ ഒരു 0 to 6 years എന്ന് പറയുന്നത്. ഇവിടെ ഒരു കുട്ടിയുടെ ലൈഫിൽ തന്നെ നമ്മൾ ഈ വീട് കെട്ടുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞൊരു ഫൗണ്ടേഷൻ, ആ ഒരു അടിത്തറ തന്നെ ഈ ഒരു പീരീഡാണ്. ആ ഒരു പീരീഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ കുട്ടി ഫിസിക്കലി ശാരീരികപരമായിട്ട്, കോഗ്നിറ്റീവ്ലി വൈജ്ഞാനികപരമായിട്ട്, സോഷ്യലി സാമൂഹികപരമായിട്ട്, ഇമോഷണലി മാനസികപരമായിട്ട് എന്ത് ചെയ്യാണ് കുട്ടി ഡെവലപ്പ് ചെയ്യാണ്, വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിയിൽ. ആ ഒരു ബേസ് പീരീഡാണ്. അതേപോലെ ഈ ഒരു പീരീഡിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് കുട്ടി സ്വയം ക്രിയേറ്റ് ചെയ്യാണ്. അവനിൽ നിന്ന് തന്നെ ഈ പറയുന്ന പോലെ ആദ്യത്തെ ആ ഒരു കാലഘട്ടം സ്വന്തമായിട്ട് താൻ എന്താണ് ഒരു പേഴ്സണാലിറ്റി ചെറിയ രീതിയിൽ ഒരു അടിത്തറ പോലെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഓരോ നല്ല കാര്യങ്ങളും അല്ലെ, നമ്മൾ കുട്ടികളിൽ കൊടുക്കുന്ന ഓരോ ശീലങ്ങളും, ഇപ്പൊ അവർക്ക് രാവിലെ എണീക്കുക, ചെറിയൊരു എക്സാമ്പിൾ ഒരു മനസ്സിലായ രീതി പറയാണ് കേട്ടോ. രാവിലെ ഉറക്കത്തിൽ എണീക്കുക, നമ്മൾ കൊച്ചിലേ ചെയ്യണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യാൻ നോക്കും. നമ്മളുടെ വീട്ടില് ഇപ്പൊ എണീറ്റുണ്ട് പ്രാർത്ഥിക്കുന്നു, പിന്നെ നമ്മൾ നമ്മുടേതായ റൊട്ടീൻസ് ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ എന്താ കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നു, വാ കഴുകുന്നു, എന്ത് കാര്യമായാലും അവർ നമ്മളെ ഫോളോ ചെയ്യും,
അതേപോലെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ആ ഒരു ബേസ് കുട്ടിക്ക് കിട്ടുന്ന ഒരു പീരീഡ്. അതേപോലെ കുട്ടികൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ഒരുപാട് സെൻസിറ്റീവ്സ് വരുന്നത് എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു വ്യക്തിത്വം, ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സാധനം അവരിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു മെയിൻ സ്റ്റേജ് ആണിത്. ഇതില് ഒരുപാട് സൈക്കിക് പാറ്റേൺസ്, അത് ക്ലിയർ ആയില്ല കേട്ടോ. അവരുടെ ഒരു, എനിക്ക് തോന്നുന്ന ഒരു ഇന്ററാക്ഷൻ സ്റ്റേജ്, അവരുടെ ഒരു അബ്സോർബൻ മൈൻഡിൽ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള, സെൻസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫ്രീ ഇന്ററാക്ഷൻ, അതായത് തുറന്ന് തന്നെ എല്ലാത്തിനോടും ഇടപഴകി ഒരു ഇന്ററാക്ഷൻ വരുന്ന ഒരു സ്റ്റേജ്, അവരുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെ, ചുറ്റുപാടിൽ നിന്ന്, അവരുടെ ഒരു ആംബിയൻസിൽ നിന്ന്. ഈ പീരീഡിൽ നമ്മൾ പഠിച്ച ഒരുപാട് ലോസിലെ, ലോസ് ഓഫ് വർക്ക്, അതേപോലെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യമായിട്ട് കുട്ടി വർക്ക് ചെയ്യുന്നു, അതേപോലെ പവർ ഓഫ് അറ്റൻഷൻ, ഡെവലപ്മെന്റ് ഓഫ് വിൽ, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലിജൻസ് അല്ലെ, ബുദ്ധി, അത് യൂസ് ചെയ്യുന്ന ഒരു സമയം. അതേപോലെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ, ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ടൈം. അതേപോലെ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ച ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫ് അല്ലെ, അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. സോഷ്യൽ ഇന്ററാക്ഷൻ, അതേപോലെ പരസ്പരമുള്ളൊരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി സ്റ്റേജ്. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് ഒക്കെ. അപ്പൊ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ, ഒരു ബേസ് പീരീഡ് തന്നെയാണ് ഈ 0 to 6 years എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കാലഘട്ടത്തിലെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. താങ്ക് യു. ഓക്കെ തമന്ന അത് കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. അതായത് നമ്മുടെ ഫൗണ്ടേഷൻ വരുന്ന ആ 0 to 6 years എന്നുള്ള ആ ഒരു ഏജ്, ആ ഒരു ഫസ്റ്റ് പീരീഡ് 0 to 6 years ഫാസ്റ്റ് ആണ്. ഭയങ്കര റാപ്പിഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു പ്രായം തന്നെയാണ്. എല്ലാ ലെവലിലും, ഫിസിക്കലി, കോഗ്നിറ്റീവ്ലി, സോഷ്യലി ആൻഡ് ഇമോഷണലി. നമ്മൾക്കറിയാം, കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എല്ലാരും പറയും, ഇപ്പൊ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങി. ജനിച്ച ഉടനെ നമുക്ക് ആ ഒരു സോഷ്യൽ സ്മൈല് നമുക്ക് കിട്ടില്ല. ആ ഒരു സോഷ്യലൈസ് ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ ഒരു സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്നത്, അല്ലെ? സോഷ്യലൈസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ചില ആളുകളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് അവരുമായിട്ട് അടുക്കുന്നു, സ്ഥിരം കാണുന്നവരുമായിട്ട് ഭയങ്കര കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നവരോട് നല്ലപോലെ മിങ്കിൾ ചെയ്യുന്നു. അതേസമയം സ്ട്രേഞ്ചറെ കാണുമ്പോഴേക്കും അതിൻ്റെ ഒരു ആങ്സൈറ്റി കാണിക്കുന്നു. സോഷ്യലൈസ് ചെയ്യാൻ തുടങ്ങുന്നതിന്റെ കുറെ കാര്യങ്ങളൊക്കെ അവരിൽ വരുന്നു. പിന്നെ ഇമോഷൻസ്, അത് ഇമോഷണൽ ഡെവലപ്മെന്റ് ചെറിയ പ്രായത്തിൽ തന്നെ ഉണ്ടാകും. ആ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ അമ്മ പോയി എന്ന് പറയുമ്പോ തന്നെ കുഞ്ഞങ്ങോട് വിതുമ്പാൻ തുടങ്ങും. അമ്മയെ കാണാതാകുമ്പോൾ പെട്ടെന്ന് കാണുമ്പോഴേക്കും ആ ഇമോഷൻസ് സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് വരും. ഭയങ്കര ഒരു ഹാപ്പിനെസ് കുട്ടിയുടെ മുഖത്തുണ്ടാവും. പിന്നെ കൊച്ചു കുട്ടികളുടെ, അവരുടെ സമപ്രായത്തിലുള്ള കുട്ടികളെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷം. പിന്നെ പപ്പ ജോലിക്ക് പോയിട്ട് വരുമ്പോഴേക്കും കാണുമ്പോഴുള്ള സന്തോഷം. സിബ്ലിങ്സ്, ചേട്ടനോ ചേച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ വിട്ട് വരുമ്പോഴുള്ള സന്തോഷം. അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാം പെറ്റ്സിനെ കാണുമ്പോൾ. അവരുടെ ഇമോഷൻസിന്റെ ഡെവലപ്മെന്റും അവർ സോഷ്യലൈസ് ചെയ്യുന്നതും എല്ലാ ഡെവലപ്മെന്റും, എല്ലാ സ്റ്റേജിലെ ഡെവലപ്മെന്റും നല്ല ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് ഈ ഒരു പ്രായം എന്ന് പറയുന്നത് തന്നെ. പല കുട്ടികളും മോണ്ടിസോറി കോഴ്സ് ചെയ്യാനായിട്ട് വരുമ്പോൾ ചോദിക്കും, മാം ഞങ്ങള് 10th കഴിഞ്ഞതാണ്, വേറൊന്നും പഠിച്ചിട്ടില്ല, അപ്പൊ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല, എന്ത് ചെയ്യും? പക്ഷെ ശരിക്കും കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. മോണ്ടിസോറി മെത്തേഡ് കൂടുതലും അപ്ലൈ ചെയ്യുന്നത് CBSE സ്കൂള് അങ്ങനെയുള്ള സ്കൂളുകളിലാണ്. ഇപ്പൊ ഗവൺമെന്റ് സ്കൂളിലുണ്ട്. എന്നാലും അവരുടെ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സമയത്ത് നമ്മൾക്ക് പ്രോപ്പർ ഒരു ലാംഗ്വേജ് ഇല്ലെങ്കിൽ, അത് ഈവൻ നമ്മളുടെ റീജിയണൽ ലാംഗ്വേജ് ആണെങ്കിലും ശരി, നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ കൊളോക്കിയലി ആയി പോകും. കുട്ടികളുടെ ലാംഗ്വേജും അതുപോലെ തന്നെ ആയി പോകും. അവർ ഫോളോ ചെയ്യും നമ്മളെ. ഏതൊരു ഏരിയയിലും, എല്ലാ ഏരിയയുടെയും ഫൗണ്ടേഷൻ നടക്കുന്ന ഒരു പ്രായമാണിത്. പിന്നീട് ലാംഗ്വേജ് ശരിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ആക്ച്വലി എനിക്ക് നമ്മളുടെ ലാംഗ്വേജ് നല്ല രീതിയിൽ സംസാരിക്കണം എന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എന്റെ 2 മക്കൾക്കും നല്ല മലയാളം ഇല്ല. അത് ഞാൻ ഓപ്പണായി പറയുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം എൻ്റെ മോളുടെ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തത് 4th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്തത് പറവൂർ തന്നെയാണ്. മോന്റെ പറവൂർ തന്നെയാണ്. പറവൂർ സ്ലാങ് ഒരു പ്രത്യേകത ഉള്ളതാണ്. എനിക്ക് പറവൂർ സ്ലാങ് ഒന്നുമല്ല കേട്ടോ. അപ്പം എനിക്ക് അച്ചടി ഭാഷ എന്നാണ് എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത്. അപ്പൊ ആ ഒരു പറവൂർ സ്ലാങ് എൻ്റെ മക്കൾക്ക് കിട്ടിയത് ഞാൻ പഠിച്ച പണി നോക്കി മാറ്റാൻ. അവർക്ക് അവരുടെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, അവരുടെ ടീച്ചേഴ്സിന്റെ ഇൻഫ്ലുവൻസ്, അതാണ് അവരുടെ ലാംഗ്വേജ്. ഞാൻ നോക്കുമ്പോൾ ടീച്ചർമാരെല്ലാം ഈ ഒരു കൊളോക്കിയൽ ആയിട്ട് സംസാരിക്കുന്നവരാണ്. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മലയാളം മീഡിയത്തിലായിരുന്നു പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർക്കൊന്നും ഇതുപോലുള്ള കൊളോക്കിയൽ അങ്ങനെ ഒരു സ്ലാങ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഈ ഒരു ജനറേഷനൊക്കെ ആയപ്പോൾ ടീച്ചേഴ്സിന് എന്ത് പറ്റിയെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു.
അതൊരു പ്രോബ്ലം തന്നെയാണ്. മോൾക്ക് 18 years ആയി, മോനിപ്പോ 14 years ആവുന്നു. രണ്ടുപേരുടെ മലയാളം വളരെ മോശമേ ഞാൻ പറയുള്ളൂ, വളരെ മോശം. മലയാളം വായിപ്പിച്ച് മലയാളം ശരിയാക്കാൻ നോക്കിയിട്ടും ഞാൻ തോറ്റുപോയി എന്നുള്ളതാണ് അവസ്ഥ. കാരണം ആ ഒരു ഏജില് ഞാൻ വീട്ടില് നല്ല മലയാളമാണല്ലോ പറയുന്നത്, എന്നിട്ട് ഇവരെന്ത് സ്കൂളിൽ, ആ സ്കൂൾ കാലഘട്ടം അവരുടെ ലാംഗ്വേജിന്റെ ഫൗണ്ടേഷൻ ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. എനിക്ക് കുട്ടി സംസാരിക്കണ കേൾക്കുമ്പോൾ എനിക്ക് ആകെ ഭയങ്കര ഒരു വിഷമം തോന്നും. അതുപോലെ രണ്ടു പറയും നിങ്ങൾ മലയാളം പറയണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ അത് എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. ഓക്കെ, അപ്പം കുട്ടികളുടെ ആ ഒരു ഡെവലപ്മെന്റ്, അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗം തന്നെയാണ് ഈ ഓരോരോ ഡെവലപ്മെന്റും. ഞാൻ ഇത് പറയാനായിട്ട് ഇപ്പൊ ഇതിങ്ങനെ നമ്മള് ടീച്ചർമാരെ കാണുന്നില്ലല്ലോ. ഈ LKG ആയിരുന്നപ്പോ തുടങ്ങി ഈ മലയാളം ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് ഞാൻ ഇതൊന്ന് മീറ്റിങ്ങിന് പറയാമെന്ന് വിചാരിച്ച് ഞാൻ ചെല്ലുമ്പോ എല്ലാ ടീച്ചർമാരും സംസാരിക്കുന്നത് ഇതുപോലെ തന്നെ. പിന്നെ ഞാൻ ആ ഒരു ഉദ്യമം അവിടെ ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയും. പിന്നെ ഏറ്റവും നല്ലപോലെ മലയാളം എറണാകുളം ജില്ലയിൽ സംസാരിക്കുന്ന സ്ഥലത്തു നിന്നാട്ടോ ഞാൻ വരുന്നത്, തൃപ്പൂണിത്തുറ. ഞങ്ങളുടെ ഒരു സ്വകാര്യ അഹങ്കാരാണ് ഞങ്ങളെ ഏറ്റവും നല്ല മലയാളം എറണാകുളം ജില്ലയിൽ സംസാരിക്കുന്നുള്ളത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ ഈ എല്ലാ ഡെവലപ്മെന്റ്, ഏത് ഏരിയയുടെയും ആ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ്. പിന്നെ ഈ ഒരു ടൈമില് കുട്ടി ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. കാരണം ഇവർക്ക് ഷൈനസ് കുറവായിരിക്കും, കോൺഷ്യസ് ആവുന്ന കുറവായിരിക്കും. ഷൈനസ് ഉണ്ടായിരിക്കും, പക്ഷെ ഇവർ കോൺഷ്യസ് ആകുന്നത് കുറവായിരിക്കും. നമുക്കൊരു പ്രായം അങ്ങ് വരുമ്പോഴേക്കും ആ അഡോളസൻസിന്റെ ഒക്കെ അടുത്തെത്താറാവുമ്പോഴാണ് നമ്മൾ കോൺഷ്യസ് ആകുന്നത്. നമ്മുടെ ലുക്സിനെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ കോൺഷ്യസ് ആകുന്ന ഒരു ടീമിന്. കുഞ്ഞു പ്രായത്തിൽ അവർ കോൺഷ്യസ് അല്ല, ഫ്രീ ആയിട്ട് അവർ ഇന്ററാക്ട് ചെയ്യും. അവരുടെ ചുറ്റുപാടും ആ ഒരു ആംബിയൻസ്, അവർക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു എൻവയോൺമെന്റുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു പീരീഡ്സ് ഓഫ് ഡെവലപ്മെന്റ് മോണ്ടിസോറിക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഈ 0 to 6 years എന്നുള്ള പീരീഡിൽ കുട്ടികളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത്, അനലൈസ് ചെയ്ത്, റിസർച്ച് ചെയ്ത് ഒബ്സർവേഷൻസ് പറയാനും മോണ്ടിസോറിയുടെ കോൺട്രിബ്യൂഷൻ വളരെ നല്ലതായിരുന്നു. അത്ര കറക്റ്റ് ആയിരുന്നു അവരുടെ ഫൈൻഡിങ്സ് എല്ലാം. അതുകൊണ്ടാണ് ആ മോണ്ടിസോറി മെത്തേഡ് ഇത്ര പോപ്പുലർ ആയത്. പക്ഷേ ആഫ്റ്റർ 6 years ബാക്കിയുള്ള പീരീഡിലൊന്നും കാര്യമായ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ മറിയ മോണ്ടിസോറിക്ക് പറ്റിയില്ല. പ്രത്യേകിച്ച് ടീനേജ് ആയപ്പോഴേക്കും, ടീനേജ് തുടങ്ങിയ 12 to 24 years സെക്കൻഡ് സ്റ്റേജിൽ കാര്യമായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ മറിയ മോണ്ടിസോറിക്ക് പറ്റിയില്ല എന്നുള്ളതായിരുന്നു കറക്റ്റ്. പക്ഷെ അവരുടെ ഫസ്റ്റ് പീരീഡിലുള്ള ഫൈൻഡിങ്സ് എല്ലാം കറക്റ്റ് ആയിരുന്നു. അത് നമ്മൾ ഓരോന്നായിട്ട് പഠിച്ചു. ആ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലെ ഓരോ ലോയിലും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി സെക്കൻഡ് പീരീഡ് ആണ് 6 to 12 years. എനിബഡി ഈസ് റെഡി? മാം, യെസ് പ്ലീസ്. മാം ഒന്ന് ട്രൈ ചെയ്യാമേ. യെസ് പ്ലീസ്. ഈ 6 to 12 ഇയേഴ്സിൽ ചിൽഡ്രൻസ് കൂടുതലും അവരുടെ ഫോക്കസിലായിരിക്കും ഡെവലപ്മെന്റ് വരുന്നത്. കൂടുതൽ ഫോക്കസ് ആണ് അവര് കൂടുതലും നോക്കുന്നത്. അവരുടെ മൈൻഡും അവരുടെ സെൻസിറ്റീവ് പീരീഡും എല്ലാം അവര് അത് കൂടുതൽ ഓരോ കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്ത് അവര് ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പം ഈ 6 to 12 ഇയേഴ്സിൽ മറിയ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ ചേഞ്ചസ് വരുന്നത്. ഈ ഫിസിക്കൽ ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ പല്ല് പോകുന്ന പ്രായം, പല്ല് പോയി പുതിയ പല്ല് മുളച്ചു വരുന്ന ആ ഒരു ചേഞ്ചസ്, പിന്നെ ഫിസിക്കൽ ചേഞ്ചസ് ഒക്കെ ആ പ്രായത്തിലാണ് വരുന്നത്. പിന്നെ പറയുന്നത് ഇവരുടെ ഫിസിക്കൽ ഹെൽത്ത് കുറച്ചും കൂടി നല്ല സ്റ്റേബിൾ ആയിട്ട് വരും. അപ്പോൾ ആ പ്രായത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ നല്ല ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൊടുത്ത് അവർക്ക് ശരിക്കും ഒരു പ്രതിരോധ ശേഷി കൂട്ടാനായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊടുത്ത് കൂടുതൽ ഹെൽത്തി ആക്കി അവരെ കൊണ്ടുപോവുക. ആ ഫിസിക്കൽ ചേഞ്ചസ് നമുക്ക് കൂടുതൽ അത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. കൂടുതൽ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യൂട്രീഷണൽ ഫുഡ് കൊടുക്കുക, അതേപോലെ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നതും അവരുടെ സ്റ്റെബിലിറ്റി, സ്റ്റാമിന, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരെ കൂടുതൽ കായിക കാര്യങ്ങൾക്കെല്ലാം അവരെ കുറച്ചും കൂടി നമ്മൾ പങ്കെടുപ്പിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫിസിക്കൽ ചേഞ്ചസിലും
അതിൻ്റെ ഡെവലപ്മെൻറ്റും നമുക്കത് സാധ്യമാകും. ഇപ്പം മെൻ്റൽ ചേഞ്ചസും പിന്നെ പറയുന്ന മെൻ്റൽ ചേഞ്ചസ് ക്യൂരിയസ് മൈൻഡ്സ് ആണ്. ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം, ഒരു അനുഭവം പറഞ്ഞുതരാം മാം ഇപ്പോൾ ക്ലാസ്സിൽ. അതായത് മെൻ്റൽ ചേഞ്ചസ് നമ്മളിത് ഉദ്ദേശിക്കുന്നത് നേരത്തെ കുട്ടികൾ നമ്മളിപ്പോൾ ഒരു മെറ്റീരിയൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടങ്ങൾ കൊടുക്കുമ്പോൾ അവരത് അവർ തനിയെ ചെയ്യാനായിട്ട് അവർക്ക് തോന്നി അങ്ങനെ ചെയ്യുമല്ലോ. പക്ഷേ ഈ സ്റ്റേജിൽ ഈ ഇവിടെ മെൻ്റൽ ചേഞ്ചസ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവർ കുറച്ചും കൂടി ബിഗ് എഫേർട്ട് ഇട്ട് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ ഓരോ കാര്യവും അവരുടെ ടാലൻറ്റ് അവർ ലിമിറ്റ്ലെസ് എന്നാണ് പറയുന്നത് ഇതിൽ. ആ ടാലൻറ്റ് കാണിക്കാൻ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ കൂടുതൽ എഫേർട്ട് എടുത്ത് ഇവരിതിൽ ചെയ്യും. അപ്പം ഈ ക്യൂരിയസ് മൈൻഡ്സ് എന്ന് പറയുമ്പം അവരാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ്, കൊച്ചുകുട്ടികൾ നമ്മളോട് ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കും. ഹൗ, വെൻ, വെയർ ആൻഡ് വൈ എന്നൊക്കെയുള്ള. അതായത് എന്താ ഇതിങ്ങനെ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവരുടെ ആ സംശയങ്ങൾ മനസ്സിലാകുന്നവരെ അവരിങ്ങനെ നമ്മളെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഈ ക്യൂരിയസ് മൈൻഡ്സ് ഉള്ള ഈ കുട്ടികളുണ്ടല്ലോ, രണ്ട് സെക്കൻഡ് മാം, സോറി, മോൻ വന്നതുകൊണ്ടാണേ. അപ്പം ക്യൂരിയസ് മൈൻഡ്സ് എന്ന് പറഞ്ഞപ്പം മനസ്സിലായില്ല, കുട്ടികൾക്കാണെങ്കിൽ എല്ലാം അറിയാനുള്ള ഒരു ആഗ്രഹം, ഒരു ജിജ്ഞാസ, എല്ലാ കാര്യങ്ങളും അവർക്ക് എല്ലാത്തിനും സംശയങ്ങളായിരിക്കും. ഇപ്പം ഈ പ്രാക്ടിക്കൽ സെക്ഷൻ അന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എൻ്റെ മോനെ അന്ന് കൊണ്ടുവന്നില്ലല്ലോ. കുറേ മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് അത് മനസ്സിലാക്കി അവർക്ക് കൊടുക്കാനായിട്ടൊക്കെ പറ്റുമായിരുന്നല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ വീടെന്ന് പറയുന്നത്, ഇവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടെന്ന് പറയുന്നത് അധികം പുറത്തൊന്നും ഇറങ്ങി നടക്കാനോ സ്ഥലമോ അങ്ങനെയൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ നേരെ മറിച്ച് എൻ്റെ വീട്ടിലാണെങ്കിൽ പുറത്ത് കുറച്ച് പറമ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അവിടെ വീട്ടിൽ ഹോളിഡേയ്സിനൊക്കെ പോയി കഴിഞ്ഞാൽ അവർ വീട്ടിനകത്ത് ഇരിക്കാറേ ഇല്ല. ഒക്കെ പുറത്തിറങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയണം, അങ്ങനെ ഒരു ഇതാണ്. എല്ലാവരെ കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചു കൊടുക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എൻ്റെ മോനാണെങ്കിൽ അവിടെ മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ അത് കിളച്ച് അത് പിന്നെ കഴുകിയെടുത്ത് അത് പുഴുങ്ങി ഉണക്കി അത് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി, അപ്പം അത് എല്ലാം അത് ആ കുട്ടിയമ്മാവന് മനസ്സിലാക്കി എങ്ങനെയാണ് മഞ്ഞൾപ്പൊടി അത് എങ്ങനെയാണ് ആകുന്നതെന്നുള്ളത് ആ ഫൈനൽ സ്റ്റേജ് വരെ അവന് ഓരോ കാര്യങ്ങൾ അത് മനസ്സിലാക്കുക മാത്രമല്ല, അത് ഇങ്ങനെയൊക്കെയാണെന്ന് ഓരോ സ്റ്റേജും അവനെടുത്ത് അത് പറഞ്ഞു കൊടുത്ത് ഒരു വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്, ഒരു വ്ളോഗ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഈ കറിയിലേക്കൊക്കെ ഇടുന്ന മഞ്ഞൾപ്പൊടി എങ്ങനെ ഇതുണ്ടായത്, അപ്പം അതിങ്ങനെ കിളച്ചെടുക്കുന്നതും അതൊക്കെ ഓരോന്ന് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് എടുത്ത് ഇതാണ് മഞ്ഞൾ എന്ന് കാണിച്ചു കൊടുത്ത്, ആ വേരോടുകൂടി തന്നെ കാണിച്ചെടുത്ത് അതവർ കഴുകുക, അത് കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ അവരെയും കൂടെ കൂട്ടി അത് പുഴുങ്ങുന്നതിൻ്റെ ഇടയിൽ അത് കാണിച്ചു കൊടുത്ത്, പിന്നെ അതെങ്ങനെയാണ് അത് ക്ലീൻ ചെയ്ത് അതെല്ലാം അരിഞ്ഞ് അത് ഉണക്കുമ്പോഴത്തേക്ക് ആദ്യം ഇട്ട് കഴിയുമ്പം കുറേ ഉണ്ടാവുമല്ലോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ആദ്യം 2 കൊട്ടയിലുണ്ടായിരുന്ന സംഭവം പിന്നെ 1 കൊട്ടയിലാണ്. അപ്പം അവരതെല്ലാം മനസ്സിലാക്കി ഭയങ്കര ക്യൂരിയസ് ആയിട്ടായിരുന്നു മനസ്സിലാക്കി എടുക്കണതാണ്. അപ്പം അതിൻ്റെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് അവർക്കത് ഇത് ഇങ്ങനെ ആയിരുന്നു അല്ലേ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും അത് വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കത് ഇങ്ങനെ പ്രായമുള്ളവർ അത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഒത്തിരി അറിവുകൾ കിട്ടും. അല്ലാതെ പാഠപുസ്തകത്തിലെ മാത്രം അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു അറിവല്ല. അപ്പോൾ അതേപോലെ മീനിനകത്തിലിടുന്ന കുടംപുളി ഇതാണ് അത് സംഭവം. ആ മരത്തിൽ നിന്ന് പറിച്ചത് കാണിക്കുന്നതും അത് ഉണക്കി അത് പിന്നെ എങ്ങനെയാണ് അത് ഈ ഫൈനൽ സ്റ്റേജ് എത്തുന്നത്, കറിയിലിടാൻ പാകത്തിന് എങ്ങനെയാണെന്നത് അത് കൈകൊണ്ട്. അതുപോലെ കശുവണ്ടി ചില കുട്ടികൾക്ക് അറിയില്ല, അതിൻ്റെ ആ മുള പൊട്ടി വരുന്നത് എടുത്ത് നോക്കുമ്പോൾ കാണാൻ 2 കശുവണ്ടി ഇങ്ങനെ ഇരിക്കുന്നത്, അതെടുത്ത് കണ്ട് അത് പഴുത്തത് അങ്ങനെ കശുമാവിൽ നിന്ന് പറിക്കുന്നതും അത് പിന്നീട് അത്
നമ്മൾ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും കണ്ട് കേട്ട് അത് തൊട്ടറിഞ്ഞ് അറിഞ്ഞ് മനസ്സിലാക്കുന്നിടത്തോളം ഒരു വലിയൊരു അറിവ് നമുക്ക് പിന്നെ നമുക്ക് കൊടുക്കാനായിട്ട് വേറെ അതിനപ്പുറം ഇല്ല. കുട്ടികൾക്ക് അത് ഒത്തിരി ഉപയോഗം ആകും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് അമ്മ ഈ പ്രാവശ്യം ചെന്നപ്പം എനിക്കൊരു ചെടി നടണം എന്ന് പറഞ്ഞിട്ട് തനിയെ നടണം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുത്ത് അതേപോലെ അവരത് റിപ്പീറ്റ് ചെയ്ത് അത് ഒരു ചെടി നട്ടു. ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ എന്താ അവധിക്ക് വീട്ടിൽ പോയപ്പം ഒരു പപ്പായ നട്ടു, ഒരു പ്ലാവും നട്ടു. അതിപ്പോ പപ്പായ അത് കായ്ച്ച് അതിൽ നിന്ന് അവര് ഒരു ഭയങ്കര ഭയങ്കര സന്തോഷമാണ് അതിൽ നിന്നൊക്കെ കായ എടുക്കുന്നത്. ഞാൻ നട്ട ഒരു പപ്പായ മരത്തിൽ നിന്ന് അത് എടുക്കുമ്പോൾ ഉള്ള സന്തോഷം ഒന്ന് വേറെ തന്നെ. അതേപോലെ പ്ലാവ്, അത് ഇപ്പൊ അവരുടെ അത്രയും ഹൈറ്റ്. അപ്പൊ അതൊക്കെ പോയി നോക്കും, അത് എങ്ങനെ അത് വെള്ളം ഒഴിച്ച് എങ്ങനെ അതിനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അവരുടെ ഒരു ക്യൂരിയസ് മൈൻഡ് ഇതെല്ലാം വരുന്നതാണ് ഓരോ കാര്യങ്ങളും. പിന്നെ ഇടയ്ക്ക് കയറുന്നതിൽ സോറി കേട്ടോ, ഞങ്ങളെയും കൂടെ കൊണ്ടുപോവോ വീട്ടില്? കൊതിയാവുന്ന കേട്ടിട്ട് സത്യം. ഇപ്പൊ ക്യൂരിയസ് മൈൻഡിൽ വന്ന അതേപോലെ മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണിത്. പിന്നെ കഥകള് കേൾക്കാൻ ഇഷ്ടമാണല്ലോ കുട്ടികൾക്കെല്ലാം. ഈ അവിടെ വീട്ടിൽ ചെന്നാല് അവര് പോയിട്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് അവര് കുട്ടിക്കാലത്ത് എങ്ങനെ വളർന്നു, കുട്ടിക്കാലത്തുള്ള അവരുടെ കഥകൾ കേട്ടിട്ടാണ്, അവരുടെ അനുഭവങ്ങളാണ് അവര് പറഞ്ഞു കൊടുത്തിട്ട് അവര് മനസ്സിലാക്കിയിരിക്കുന്നത്. അതൊക്കെ വലിയ വലിയ എങ്ങും കിട്ടാത്ത പാഠങ്ങളാണ് അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ആ ഒരു പ്രാക്ടിക്കൽ വന്ന് വരാൻ പറ്റാത്തതിന്റെ ആ ഒരു സങ്കടമൊക്കെ അങ്ങനെയൊക്കെ തീർക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞ സോഷ്യൽ ചേഞ്ചസ് ആണ്. അത് ഇവിടെ ഈ പ്രായത്തിലുള്ള സോഷ്യൽ ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവര് നേരത്തെ തനിയെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ഗ്രൂപ്പായിട്ട് സോഷ്യലൈസ് ചെയ്ത് ഗ്രൂപ്പായിട്ട് അവർ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. അപ്പൊ ആ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷവും കെയർ ചെയ്തിട്ടുള്ളതും അതുവഴി ഓരോ കുട്ടികൾക്കും ഓരോ ടാലന്റ് ആണല്ലോ. അത് ഒരാൾ ചെയ്യുന്ന രീതിയിലല്ലായിരിക്കും മറ്റൊരാൾ ചെയ്യുന്ന രീതിയിൽ. അല്ലെങ്കിൽ അവർ ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പം ഡിവൈഡ് ചെയ്ത് ഓരോ ആക്ടിവിറ്റി ഓരോ കാര്യങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പം അത് നമുക്ക് പല രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുന്നത്, അങ്ങനെയുള്ള നോളജ് ഒക്കെ കിട്ടാനും ഈ സോഷ്യൽ ചേഞ്ചസിൽ അത് വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എത്ര പേർക്ക് ഇത് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. പിന്നെ മോറൽ സയൻസിലുള്ള ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ടൈമിലാണ് കുട്ടികള് എന്താ അവരുടെ പെരുമാറ്റം എങ്ങനെ ആവണം, ഒരാളെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളെ റോൾ മോഡൽ ആക്കി എങ്ങനെയാണ് വളരേണ്ടത്, മറ്റുള്ളവരുടെ പെരുമാറ്റം അവര് ശ്രദ്ധിക്കും. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ലതും ചീത്തയും മനസ്സിലാക്കി അത് ജീവിതത്തിൽ പകർത്താനായിട്ട് അവർ നോക്കും. ഈ ടൈമിലാണ് കുട്ടികളിൽ ഹീറോയിൻസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആൾക്കാർ റോൾ മോഡൽസ് വരുന്നത് ഈ മോറൽ സയൻസിലുള്ള ഡെവലപ്മെന്റിൽ. പിന്നെ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് മോണ്ടിസോറി പറയുന്ന ഫാന്റസി വേൾഡിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാതെ റിയൽ ലൈഫിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് നമ്മൾ അതിനുള്ള എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. ഫാന്റസി വേൾഡിലേക്ക് പോവാതെ കൂടുതൽ അവരുടെ ഫീലിങ്സും എല്ലാം അവര് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, ഇമോഷൻസ് ആണെങ്കിലും ഫീലിങ്സ് ആണെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് അവരുടെ ആ ഒരു റിയൽ ആയിട്ട് എന്താണ് ഒരു സിറ്റുവേഷൻ വന്നാൽ അതെങ്ങനെ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ആ ഒരു റിയൽ ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതും അങ്ങനെ ഒരു സ്റ്റേജ് തരുന്നത് ഈ ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. പറഞ്ഞതിൽ എന്തെങ്കിലും പൊട്ടത്തരങ്ങളുണ്ടെങ്കിൽ മാം അതൊന്ന് മനസ്സിലാക്കി തിരുത്തി കൊടുക്കണേ. താങ്ക് യു മാം. ഇതൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് തന്നെയായിരുന്നു. കാരണം ഡേയ്സ് ഞങ്ങളെ കുറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അല്ലേ. മനസ്സ് മൊത്തം അവിടെ നിൽക്കുകയാണ്, ആ കൃഷി സ്ഥലത്ത് നിൽക്കുകയാണ്. ഇല്ല മാം, ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ല. മോൻ അത് വ്ലോഗായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അവരുടെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാനും അവൻ അറിഞ്ഞ കാര്യങ്ങൾ ചിലർക്ക് അതും കൊണ്ട് വന്നിട്ടുണ്ട്.
ഈ കശുമാവിന്റെ ഒക്കെ മുളയൊക്കെ നല്ല രസമാണ് അത് കാണാനായിട്ട്. അത് പച്ചയ്ക്ക് അത് കഴിക്കാനൊക്കെ പറ്റും. അത് വേറൊരു ടേസ്റ്റ് ആണ്. അത് കൊണ്ട് കുട്ടികളെ കാണിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ എടുത്തിട്ട് എനിക്കത് ബാക്കിയുള്ളവർക്ക് കൂടെ കാണിക്കണം. അറിയില്ലല്ലോ ഇത് എങ്ങനെയാണ് സംഭവം വരുന്നതെന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. മാം, ഇന്നത്തെ ഈ ഒരു മൊബൈൽ കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ ഇൻസ്റ്റഗ്രാമിലും ഇതിലും ഒക്കെ ആയിപ്പോയി. ഇപ്പൊ ഡേയ്സി പറഞ്ഞപ്പോ സത്യത്തിൽ കൊതിയാവുന്ന അങ്ങനെ ഒരു സ്ഥലത്ത് പോയി ജീവിക്കണം. സത്യം നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് മാറും. ഇന്ന് നമുക്കൊരു സ്കൂളിൽ ഒരു ഇതുണ്ടായിരുന്നു, കൗൺസിലറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഇതേപോലെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്ക് വരും. അപ്പൊ ഡേയ്സി പറഞ്ഞപ്പോ അങ്ങനെ ഒരു സ്ഥലത്ത് ഈ കുട്ടികളെയൊക്കെ ഒരു ടൂർ പോലെ കൊണ്ടുകൊണ്ട് വരും ഈ ഒരു കാലഘട്ടത്തില്. എന്നാലേ ഇവർക്ക് മനസ്സിലാവുള്ളൂ എന്താണ് മണ്ണ്, എന്താണ് പ്രകൃതി. എനിക്ക് കൊതി ഞങ്ങള് എന്റെ വീട്ടിലേക്ക് പോകുന്നത് ശരിക്കും അതൊരു ടൂർ പോലെയാണ്. ഇപ്പൊ പറഞ്ഞത് ഞാൻ കറക്റ്റ് ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അത് ഞങ്ങൾ എപ്പോഴും പോകുമ്പം അത് ഒരു ടൂർ പോലെ. അവിടെ ചെന്ന് അവർക്ക് ഒരുപാട് അറിവുകൾ കിട്ടും. ഇപ്പം പാഷൻ ഫ്രൂട്ട് അവിടെ പടർത്തിയിട്ടുണ്ട്, കോവല് പടർത്തിയിട്ടുണ്ട്. ആ പച്ചക്കോവലൊക്കെ പറിച്ചിട്ട് കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് അതൊരു വേറെയാ. കഴുകുക പോലും വേണ്ട, അത്രയും നമ്മൾ വേറൊന്നും എടുക്കുന്നില്ല. നമ്മളെ തന്നെ വീട്ടിലെ അത് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ഒരു വളവും ഇടുന്നില്ല, ഒരു മരുന്നും അടിക്കാതെ. അല്ല, നമ്മുടെ തന്നെ ഇലകളൊക്കെ പഴുത്ത് ഇങ്ങനെ പോകുന്ന അതൊക്കെ ഇട്ടിട്ട് അത് അവർക്കറിയാം. ഇപ്പം ഒരു ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടില്ലേ, ആ കുട്ടി കൃഷിയൊക്കെ ചെയ്ത് നല്ല അവാർഡൊക്കെ വാങ്ങിച്ചു എന്നൊക്കെ ചില വീടുകളിലും സ്കൂളുകളിലും ഒക്കെ. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു അറിവുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് അവർ മനസ്സിലാക്കി ചെയ്യുന്നതാണ്. അതൊക്കെ ഒരു നല്ല പാഠത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സ്ഥലം എവിടെയാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനും ചോദിക്കാൻ വരുമായിരുന്നു. പിന്നെ ജസ്ല പറഞ്ഞു ജസ്ലയുടെ വീടും അവിടെയും അങ്ങനെ തന്നെയാണ്. ജസ്ലയുടെ വീട് എവിടെയാ? എന്റെ ഇവിടെ മാം വയനാടാണ്. വയനാട് സുൽത്താൻ ബത്തേരിയിലാണ്. എന്നെ കെട്ടിച്ച അവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതേപോലെ തന്നെ ഇവള് പറഞ്ഞ പോലെ തന്നെയാണ്. എന്റെ വീട്ടിൽ വന്നാലാണ് കുട്ടികൾ പല സംഭവങ്ങളും കാണുക. വയല്, പാടം, അത് നെല്ല് വിതയ്ക്കുന്ന, കൊയ്ക്കുന്ന അതിന്റെ യന്ത്രങ്ങള്. ഇവർക്ക് ഇതൊന്നും അറിയൂലായിരുന്നു. അതൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് നെല്ല് ഉണ്ടാകുന്നത്, വിതയ്ക്കുന്നത്, അത് കൊയ്യുന്ന. ഇപ്പൊ മിഷ്യനാണല്ലോ, പിന്നെ മിഷ്യനിൽ കൊണ്ടുവരുന്നത്, റോള് കെട്ടുന്നതും ഒക്കെ നമ്മളവിടെ. പിന്നെ പുറത്തുനിന്നൊന്നും പച്ചക്കറികൾ വാങ്ങലില്ല, എന്റെ അവിടെ തന്നെ ഉണ്ടാക്കലാണ്. ഇത് പറഞ്ഞ പോലെ തന്നെ. ഡേയ്സിന്റെ സ്ഥലം എവിടെയാ? പന്തളം. ശബരിമല ഒക്കെ പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പന്തളത്തുനിന്നും പോണം, ഉള്ളിലേക്കാണ്. പ്രോപ്പർ എവിടെയാണ് സ്ഥലം? പ്രോപ്പർ അവിടെ തന്നെയാണ്. പാറ്റൂര്. അത് പടനിലം, മറ്റേ ശിവരാത്രിയുടെ ഒക്കെ വലിയ ഉത്സവമൊക്കെ നടക്കുന്ന സ്ഥലത്തിന്റെ അവിടെയാണ്. പേടിച്ചിട്ട് സ്ഥലം പറയുന്നില്ല മാം. പാറ്റൂര്, ഞാൻ പറഞ്ഞു പാറ്റൂര്. പാറ്റൂര് എന്ന് പറയുന്ന സ്ഥലം പലയിടത്തും ഉണ്ട്. അത് കാരണം അത് കൺഫ്യൂഷൻ. അതാണ് ഞാൻ പടനിലം എന്ന് പറഞ്ഞത്. തൊട്ടടുത്തുള്ള അത് ഫേമസ് ആണ്. അവിടെ പണ്ട് രാജാക്കന്മാരോ യുദ്ധമോ അങ്ങനെയൊക്കെ പടക്കളമായിരുന്നു. അതുകൊണ്ട് പടനിലം എന്നത് പേര് വന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഡേയ്സൺ നിങ്ങളെ ഒരു എൻവിയോൺമെന്റുമായിട്ട് ശരിക്കും നേച്ചറുമായിട്ട് ശരിക്കും കണക്ട് ചെയ്തു അല്ലെ? നമ്മളെല്ലാരെയും കണക്ട് ചെയ്തു. മോൻ എത്ര വയസ്സാ? ഈ വ്ലോഗും ഒക്കെ ചെയ്യുന്ന മോന് എത്ര വയസ്സ്? മോന് ഇപ്പൊ അവന് 7 വയസ്സായി. ഇതിന് മുമ്പ് തൊട്ടേ 2, 3, 4 ഞാൻ പറഞ്ഞില്ലേ, ആ പപ്പായ നട്ട് അവനത് പറിച്ച് അതിൽ നിന്ന് പറിക്കുന്നു. അപ്പൊ അത്രയും ചെറുപ്രായത്തിൽ തന്നെ അവനത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിരുന്നു. മഞ്ഞളൊക്കെ ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ. മഞ്ഞളിന്റെ ആ പ്രോസസ് ഒക്കെ വ്ലോഗ് ചെയ്തത്. ഇവിടെ വന്ന് അവിടെ പുറത്തിറങ്ങിയാൽ തന്നെ ചെരുപ്പിടാതെ തന്നെ അമ്മ പറയും, മണ്ണിൽ നമ്മള് ചെരുപ്പിടാതെ നടന്ന് ആ മണ്ണുമായിട്ടൊരു ഒരു ബന്ധം. അപ്പൊ തന്നെ ചെരുപ്പിടാതെ അമ്മ നടക്കുന്നത്, ചെരുപ്പിട്ട അമ്മ വീഴും. പിന്നെ ഒരു അങ്ങനെ ദൈവം സഹായിച്ച് അങ്ങനെ വേറെ അസുഖങ്ങളോ ഒന്നുമില്ല. മണ്ണുമായിട്ടുള്ള സഹകരണം. അതെ, മണ്ണിനോട് ചേർന്ന് ജീവിക്കണം എന്നൊക്കെ പറയണ പോലെ. ഓക്കെ, അപ്പോ സെക്കൻഡ് പീരീഡിന്റെ കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലെ? 6 to 12 years. കാരണം ഫസ്റ്റ് പീരീഡ് ഓൾറെഡി നമ്മുടെ ഈ ചാപ്റ്ററിൽ തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് ഫസ്റ്റ് പീരീഡിലെ കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് അതൊരു പാരഗ്രാഫിൽ ഒതുങ്ങിയത്. കാരണം അത് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ സെക്കൻഡ് പീരീഡ് ആ ഒരു 6 to 12 years ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ
പ്രീവിയസ് പീരീഡില് കുട്ടിയുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുക. ഇത് ഇവരെ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും ഈ ഒരു സ്റ്റേജ്. ബട്ട് അക്കാദമിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ് ആ ഒരു 6 to 12 years എന്നൊക്കെ പറയുമ്പോൾ അക്കാദമിക്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അവർ കുറെ കൂടെ അബ്സ്ട്രാക്ട് ഐഡിയാസ് അവരുടെ ഉള്ളിലേക്ക് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ കണ്ടാലും കേട്ടാലും മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇമാജിൻ ചെയ്യാനും അസ്യൂം ചെയ്ത കാര്യങ്ങൾ ചെയ്യാനും കുട്ടികൾ പഠിക്കും. ആ ഒരു ഏജിലേക്ക് വരുമ്പോൾ അവരുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യുന്നു. പലരുടെയും ഇൻട്രസ്റ്റ് മാറുന്നു. ആ ഒരു ഇൻട്രസ്റ്റിന് ചേഞ്ച് വരുന്നു. പെൺകുട്ടികളുടെ ഇൻട്രസ്റ്റ് ആണെന്നില്ല ആൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ പെൺകുട്ടികളിൽ തന്നെ ഇൻട്രസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും, ആൺകുട്ടികളിൽ തന്നെ ഇൻട്രസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും. ചില സബ്ജക്റ്റിനോട് അവർക്ക് കൂടുതൽ താല്പര്യം, അത് കൂടുതലായിട്ട് അവർക്ക് ക്രിയേറ്റീവായിട്ട് അവർ ചെയ്യാനായിട്ട് നോക്കും. പിന്നെ കൂടുതലായിട്ട് സോഷ്യലൈസ് ചെയ്യുന്നു. കൂടുതൽ അവരുടെ ഉള്ളിൽ അവരുടെ പൊട്ടൻഷ്യൽ കൂടുന്നു പലപ്പോഴും. പിന്നെ ഈ ഒരു പ്രായത്തിലാണ് ഇവര് കുറെ കൂടെ ഇമ്മ്യൂൺ ആവുന്നത്. വളരെ ചെറുത് പ്രായത്തില് പെട്ടെന്ന് ഇവർക്ക് അസുഖം വരും, ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. പക്ഷെ ഈ ഒരു പ്രായമാകുമ്പോഴേക്കും അവരുടെ ഹെൽത്ത് എല്ലാം സ്റ്റേബിൾ ആയി വരുവാണ്, അസുഖങ്ങൾ വരുന്നത് കുറയുന്നു. മാം, ഈ നമ്മള് ശരിക്കും പറഞ്ഞ കുട്ടികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചില കാര്യം ഞാൻ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. ഇപ്പം ഈ മഞ്ഞളിന്റെ കാര്യം തന്നെ ഞാൻ വീണ്ടും എടുത്തിടുക കേട്ടോ. മഞ്ഞൾ ഉണക്കാനിട്ടേക്കുക കേട്ടോ. അതിൽ നിന്ന് ഞാൻ പോന്നിട്ടില്ല ഇതുവരെ. അപ്പൊ മഞ്ഞൾ ഉണക്കാനിട്ടേക്കുക. അപ്പൊ പെട്ടെന്ന് മഴ വരുവാണ്. മഴ ആ ഒരു കാലാവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഒന്ന് നോക്കിക്കോണേ, അമ്മ അടുക്കളയിലോട്ട് പോവുക, ഒന്ന് നോക്കിയോണം, മഴ വരുവാണെങ്കിൽ വേഗം അത് ഒരു കൊട്ടയൊക്കെ വെച്ചിട്ടുണ്ട് വാരാനായിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു. ഞാൻ അകത്തോട്ട് പോയി ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ തന്നെ നല്ല മഴ. അയ്യോ, ഞാൻ വിചാരിച്ചു അത്രയും ഉണങ്ങിയതെല്ലാം പോയല്ലോ, ഇത് പൂപ്പലൊക്കെ ആയി പോവല്ലോ. അപ്പം എന്ത് ചെയ്തു? ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവൻ എന്താ ചെയ്തതെന്ന് വെച്ചാ, അതിന്റെ പായിലാണ് വിരിച്ചിട്ടിരുന്നത്. അതിന്റെ ഒരു സൈഡിൽ നിന്ന് പായുടെ ഒരു സൈഡിൽ നിന്ന് എടുത്ത് വേഗം അങ്ങ് മടക്കി. വാരാൻ നിന്നില്ല. വാരാനുള്ള ടൈം വാരിയാൽ അത് മഴ നനയുന്ന അവന് പറഞ്ഞു. കാര്യം പറഞ്ഞു കൊടുത്തതല്ല, അവനൊരു സൈഡിൽ നിന്ന് വേഗം അത് അതിന്റെ പുറത്തോട്ട് അങ്ങ് മറിച്ചിട്ടു. അതാണ് ഞാൻ കുട്ടികളുടെ ബുദ്ധിയെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ആരാൻ പറഞ്ഞെങ്കിലും അവന്റെ ബുദ്ധി അവിടെ ഉണർന്നു പ്രവർത്തിച്ചു. അതെ. ടേസ്റ്റിനകത്തിരുന്ന് വിചാരിച്ചു, അത് മുഴുവൻ ഇപ്പൊ നനച്ചിട്ടുണ്ടാവും, ഓരോന്നായിട്ട് പറക്കി എടുത്ത് കാണാൻ വിചാരിച്ചു. അതെ. ഓക്കെ. സോ അതാണ് അവരുടെ ആ ഒരു പവർ, അവരുടെ ഉള്ളിലെ പവർ കൂടുക. കാരണം നമ്മൾ ചിലപ്പോ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നിമിഷ നേരം കൊണ്ട് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെയൊക്കെ ഇതാണല്ലോ ഈസി എന്ന് നമുക്കും അപ്പോഴായിരിക്കും ഒരു സെൻസ് വരുന്നത്. ആ രീതിയിൽ കുട്ടികൾ നമ്മളെ അതിശയിപ്പിച്ച് കളയും. പിന്നെ അവരുടെ ഫിസിക്കൽ സ്ട്രെങ്ത്, സ്റ്റെബിലിറ്റി എല്ലാം, സ്റ്റാമിന എല്ലാം കൂടുവാണ്. ഈ ഒരു സമയത്ത് സ്പോർട്സിലൊക്കെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഫിസിക്കൽ ചേഞ്ചസ് വരുന്നതാണ്. പറഞ്ഞു, പല്ല് കൊഴിഞ്ഞു പോയി പുതിയ സ്ട്രോങ് ആയിട്ടുള്ള ടീത്ത് വരുന്നു. പിന്നെ മെന്റൽ ചേഞ്ചസ്. ശരിക്കും 6 to 12 years നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഉണ്ട്. കാരണം അവർ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയി പോകുന്ന ഒരു ഏജ് ആണ്. അവരുടെ ബോഡിയിലെ ചില ചേഞ്ചസ് അവരുടെ മനസ്സിനെ ബാധിക്കും. അതാണ് സംഭവിക്കുന്നത്. എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു കിടക്കുന്ന ഒരു പ്രായമാണ്. ഓക്കെ. ഫസ്റ്റ് പീരീഡിൽ കുട്ടികൾ പലപ്പോഴും ആക്ടിവിറ്റി ചെയ്യുന്നു. അവര് ആക്ടിവിറ്റി ചെയ്യുന്നു. അത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പീരീഡിന്റെ റിഫ്ലക്ഷൻസ് സെക്കൻഡ് പീരീഡിലേക്ക് വരുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഫസ്റ്റ് പീരീഡിൽ അവർ ചെയ്തത് കുറെ കൂടെ എൻഹാൻസ് ചെയ്യുന്നു, കുറെ കൂടെ ഡെവലപ്പ് ആകുന്നു സെക്കൻഡ് പീരീഡ് എത്തുമ്പോൾ. അവരുടെ പവർ പൊട്ടൻഷ്യൽ എല്ലാം കൂടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. കൂടുതൽ എഫേർട്ട് അവരെടുക്കുന്നു, കോൺസെൻട്രേഷൻ എടുക്കുന്നു. അവരുടെ അക്കാദമിക്സിൽ തന്നെ ഒരു ഡിഫറൻസ് കാണാം. അപ്പം റിമെമ്പർ, ആ ഫസ്റ്റ് പീരീഡ് എങ്ങനെ അവര് ഡെവലപ്പ് ആയിട്ടുണ്ടോ അത് അഫക്ട് ചെയ്യുന്നുണ്ട് അവരുടെ സെക്കൻഡ് പീരീഡിലേക്ക് വരുമ്പോൾ. ഈവൻ ചിലപ്പോൾ ചില കുട്ടികൾ ലാംഗ്വേജ് ഒന്നും ശരിയായില്ലെങ്കിൽ പോലും നമുക്ക് ഈ ഒരു പീരീഡിൽ അത് ശരിയാക്കാനായിട്ട് പറ്റും. പക്ഷെ ഇതും കഴിഞ്ഞ് അടുത്തയിലേക്ക് പോകുമ്പോൾ ശരിയാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്താലും ശരിയാവണമെന്നില്ല. അവർ സെൽഫ് കൺസ്ട്രക്ഷൻ അവരുടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. അവരുടെ മൈൻഡിന്റെ ഫോർമേഷൻ, ഗുഡ് ഈവിൾ അത് മനസ്സിലാക്കും, റിലേഷൻഷിപ്പ് മനസ്സിലാക്കും. അവര് ഇൻജസ്റ്റ് ഇൻഫർമേഷൻ ഫ്രം ദ എൻവയോൺമെന്റ് കൺസ്യൂം ചെയ്യാനായിട്ട് തുടങ്ങും. എൻവയോൺമെന്റിൽ നിന്ന് പല രീതിയിലുള്ള ഇൻഫർമേഷൻസും അവര് എടുക്കാനായിട്ട് തുടങ്ങും. മെന്റലി അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങും. അവർക്ക് ഓൾറെഡി അറിയാവുന്ന പല കാര്യങ്ങളെയും അവരത് കണക്ട് ചെയ്യും. അവരുടെ ചെറുപ്രായത്തിൽ അവർ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി അവർക്ക് ഈ ഒരു പ്രായത്തിൽ കിട്ടും.
വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, ഒരു ചെടി നടുമ്പോൾ ഒരു വിത്ത് കുഴിച്ചിടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതും അതെങ്ങനെ അതിന് ഫുഡ് കിട്ടുന്നു, ആ ഒരു രീതിയിൽ നമ്മൾ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കും ചില കാര്യങ്ങൾ കുട്ടികൾ ചോദിക്കും. വൈ ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ചോദിക്കൂല്ലേ കുട്ടികൾ, വൈ, ഹൗ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇവര് മറുപടി പറഞ്ഞു കൊടുക്കാനായിട്ട് ചില പാരന്റ്സ്, ചില ടീച്ചേഴ്സ് നല്ല മിടുക്കുണ്ട്. അപ്പം അവർക്ക് ആ ചെറിയ ഏജിൽ അവർ മനസ്സിലാക്കിയതിന്റെ ക്ലാരിറ്റി അവർക്ക് കുറച്ചുകൂടെ വലുതാവുമ്പോഴേക്കും കിട്ടുന്നു. അവരുടെ നോളജ് ലെവലിൽ മാറ്റം വരുന്നു ഈ ഒരു പീരീഡിൽ. ഓക്കെ. പിന്നെ ക്യൂരിയസ് മൈൻഡ്സ് ഡെഫിനറ്റ്ലി അവരിങ്ങനെ വൈ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. ഹൗ, വെൻ, വെയർ ആൻഡ് വൈ. അങ്ങനെ ഒരു ക്യൂരിയസ് ആണ് അവര്. ഇത് എന്താണ് ഇങ്ങനെ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. പല കുട്ടികളും കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾക്ക് ചിലപ്പോൾ വെഹിക്കിൾസിലായിരിക്കും ഇൻട്രസ്റ്റ്. അപ്പൊ ഓരോ കാറിന്റെ എംബ്ലം കാണുമ്പോൾ ഈ ഒരു കമ്പനിയുടെ വേറെ ഏത് മോഡലാണുള്ളത്, ഏറ്റവും ചെറിയ കാർ ഏതാ, ഈ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ കാർ ഏതാണ്, ഏറ്റവും റേറ്റ് കൂടി, അങ്ങനെയൊക്കെ ചോദിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് റിലേറ്റഡ് ആയിട്ട് അവരിങ്ങനെ വളരെ ക്യൂരിയസ് ആയിരിക്കും. പിന്നെ സോഷ്യൽ ചേഞ്ചസ്, അവരുടെ ഫ്രണ്ട് സർക്കിൾ, ആ ഒരു ഇത് വരും, അവരുടെ ഒരു വൈബ് അല്ലെ, ആ ഒരു വൈബിൽ വരുന്ന നമ്മുടെ ഒരേ വേവ് ലെങ്ത്തിൽ വരുന്നവര്, ഫ്രീക്വൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ അവരിപ്പോ പറയുന്ന വൈബാണ്. ആ ഒരു വൈബിൽ വരുന്ന ഒരു ഇത്. ആ ഒരു ഏജ് ഗ്രൂപ്പില് അവർ പലപ്പോഴും ഗ്രൂപ്പായിട്ടുള്ള ഗെയിംസ്, അത് സ്കൂളിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. സോഷ്യൽ ഗെയിംസ് അങ്ങനെയുള്ളത്. പിന്നെ പലതും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. പിന്നെ അവരുടെ മോറൽ വാല്യൂസ് അവരിൽ വരുന്നു. ജസ്റ്റ് അവർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. കൈൻഡ് ആയിരിക്കാനായിട്ട് അവരുടെ ഫ്രണ്ട്സിനെ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യും. റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു വാല്യൂ അവരുടെ ഉള്ളിൽ ശരിക്കും വരുന്ന ഒരു പ്രായമാണ്. അപ്പൊ നമ്മൾ ആസ് എ പാരന്റ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നതും ആസ് എ ടീച്ചർ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നതിലും ഒരിക്കലും അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പുമായിട്ടുള്ള ഒരിത്, ഗുഡ് ആൻഡ് ബാഡ്, ഈവിൾ, അതിനെ കുറിച്ചൊക്കെ നല്ലൊരു ഐഡിയ കിട്ടും. അവര് തന്നെ അനലൈസ് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ല ഇഷ്ടം അനിഷ്ടം എല്ലാം അവരുടെ മനസ്സിലുണ്ടായിരിക്കും. ആ ഒരു മറ്റുള്ളവരുടെ ബിഹേവിയറിനോട് അവർ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അതെല്ലാം വരും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരത് എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, അങ്ങനെ കാര്യങ്ങളെല്ലാം വരും സയൻസിന്. പിന്നെ ഇമാജിനേഷന്റെ ഡെവലപ്മെന്റ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ആദ്യത്തെ പീരീഡിലെല്ലാം പറഞ്ഞിരുന്നു കുട്ടികളുടെ ഇമാജിനേഷൻ. അപ്പം ഇവിടെയും മറിയാം മോണ്ടിസോറി പറയുന്നത് അവരെ കണക്ട് ചെയ്യുക, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക. കാരണം സൂപ്പർ പവർ, സൂപ്പർ ഹീറോ അങ്ങനെയുള്ള ഒരു ഇത് ഇറ്റ്സ് നോട്ട് റിയൽ, അതെല്ലാം ഒരു മിത്താണ്, അല്ലെങ്കിൽ അതൊന്നും റിയൽ അല്ല, ഇറ്റ്സ് എ മൂവി അല്ലെങ്കിൽ ഇറ്റ്സ് എ ഡ്രാമ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ആ ഒരു സെൻസ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തേർഡ് പീരീഡും ഫോർത്ത് പീരീഡും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എനിവേ ഞാനന്ന് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു ഇനി നെക്സ്റ്റ് വീക്കില് ഡേ ടൈമിൽ എനിക്ക് മറ്റുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ നിങ്ങളുടെ പോർഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞാനായിരിക്കും ക്ലാസ്സിൽ കയറുണ്ടാവുക. പിന്നെ 22nd ഓൺവേർഡ്സ് വൈവ സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ. സോ ഡോണ്ട് വറി. യെസ് അരൻ ആരോ വിളിച്ചല്ലോ. മാം, ഞാൻ റോള് ചെയ്തോന്ന് കാണിച്ചോട്ടെ. പ്ലീസ്. അതോടെ കാണിച്ച് ജ്യോതി. വെരി ഗുഡ്, നല്ല കളർ. സ്പോഞ്ച് വെച്ചിട്ടാണല്ലേ? അതെ അതെ. അത് ടൈറ്റ് ആക്കാനായിട്ട് റബ്ബർ ബാൻഡ് യൂസ് ചെയ്തോ? എന്താ ചെയ്തേ? കണ്ണൊക്കെ എന്താ ഗൂഗിൾ ഐസ് ആണോ അതോ വരച്ചു വെച്ചേക്കുവാണോ? അല്ലല്ല, കടുകാണ് മാം. എനിക്ക് ആ ബീഡ്സ് കിട്ടിയില്ല, അപ്പൊ ഞാൻ കടുകില് അതിന്റെ വായും കണ്ണൊക്കെ ചെയ്തു. നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത്. അതെ, കൊള്ളാം. ഹാൻഡിന് മാത്രം ഒന്നും കിട്ടിയില്ല, അപ്പൊ ഞാൻ ശരി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തു. താങ്ക് യു മാം. കണ്ണൊന്ന് കാണട്ടെ. കടുകാണ്, കടുക്. ഓ, കടുക് 3-4 ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ? അതെ അതെ, റൗണ്ട് ആക്കി വരാൻ വേണ്ടിട്ട് റൗണ്ടിൽ അങ്ങനെ വെച്ചിട്ട് അവനെ ചിരിക്കുന്ന പോലെ അങ്ങനെ കടുകിൽ തന്നെ ചെയ്യുന്നു.
താങ്ക് യു മാം. എന്തെങ്കിലും ചെയ്തില്ല. ലീവ് ചെയ്തോട്ടെ മാം. ഞാൻ ലീവ് ചെയ്യാം. ഓക്കെ ബൈ. താങ്ക് യു മാം. ബൈ. ഗുഡ് ഓക്കെ നൈറ്റ്. മാം. താങ്ക് യു മാം. മാം. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. മാം കുട്ടികൾ ഈ പിന്നെ ഈ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫാന്റസി വേൾഡിലേക്ക് കുട്ടികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ശരിക്കും പറഞ്ഞാൽ അവരുടെ ഇതിലേക്ക് ഹീറോ ഹീറോയിനൊക്കെ ഇങ്ങനെ ഇപ്പൊ സൂപ്പർമാന് സ്പൈഡർമാന് അതിന്റെയൊക്കെ ഇങ്ങനെ വരുമ്പോഴേ കുട്ടികൾ അത് ശരിക്കും അവർക്ക് പവർ ഉണ്ടെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേ ഇതെങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ള എന്റെ മോനൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. മാറ്റിയെടുക്കും എന്നുള്ള ഇത് വന്നപ്പോഴാണ് ഈ മേക്കിംഗ് വീഡിയോ ഉണ്ടല്ലോ ഇവര് അത് കാണാൻ ഇടയായി. അത് കാണുമ്പോ ഇതായിരുന്നല്ലേ അത് മതി. ആയിരുന്നല്ലേ സംഭവം. ഇതൊക്കെ വെറുതെ ആയിരുന്നല്ലേ. ഇപ്പം നമുക്ക് ആരും ചിന്ത പോയില്ല. പക്ഷെ ഇവരിങ്ങനെ മാറ്റി മാറ്റി നോക്കിയപ്പോഴാണ്, ചാനൽ മാറ്റി നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇത് സംഭവം കണ്ടത്. അത് എനിക്ക് വളരെ ഉപകാരമായിരുന്നു. കാരണം പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവാത്തത് അത് കണ്ടപ്പോഴത്തേക്ക് വെറുതെ അവിടുന്ന് ഒരു ചെറിയൊരു രീതിയിൽ നിന്ന് താഴത്തോട്ട് ചാടുന്നതൊക്കെ ആയിരിക്കും, ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ നിന്ന്. അതൊക്കെ ടി വിയിൽ കാണുമ്പോൾ വലിയൊരു അവർ ആ സീനൊക്കെ അപ്പൊ ഓർക്കും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇല്ല, ഇതാണ് റിയൽ ആയിട്ടുള്ള സംഭവം, ഇതാണെന്ന് അവരത് മനസ്സിലാക്കി എടുത്തത് കേട്ടോ. ശരിക്കും പറഞ്ഞ അങ്ങനത്തെ വീഡിയോസ് അവർ ഇടുന്നത് കൊണ്ട് കൊള്ളാം. മറ്റേ ഈ ഒരു മൂവി ഉണ്ടായില്ലേ മഞ്ഞുമൽ ബോയ്സില്, ഏത് വീഡിയോ? മേക്കിംഗ് മൂവിയുടെ മൂവി മേക്കിംഗ് വീഡിയോസ്. മഞ്ഞുമൽ ബോയ്സില് മറ്റേ ശ്രീനാഥ് ബാസിന്റെ ദേഹം മുഴുവൻ ഇങ്ങനെ അഴുക്ക് പിടിച്ചിരിക്കില്ലേ, ഫുൾ ഓറിയോ ബിസ്ക്കറ്റാ. അത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കാണിച്ചില്ലേ ജ്യോതി പാവേനെ ഉണ്ടാക്കിയത്. അയ്യോ അത് എന്റെ അമ്മ പിന്നെ ടീച്ചറാണ്, മാത്സ് ടീച്ചറാണ്. പക്ഷെ പുള്ളിക്കാരത്തി ഭയങ്കര ക്രാഫ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വീട്ടിലേക്ക് വന്നാൽ ഒരു സാധനവും ഇല്ല, ചില ആക്രിക്കാരെ കാട്ടി കഷ്ടം എന്ന് വെച്ചാൽ ഒരു സാധനവും കളയില്ല, എല്ലാതും വെച്ച് എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ നമ്മുടെ എക്സ്റേ ഫിലിം ഇല്ലേ അതും വെച്ച് വരെ പൂക്കളൊക്കെ ഉണ്ടാക്കും പഴയത് വെച്ചിട്ട്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഇതാണെങ്കിലും മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ വാഷിംഗ് മെഷീനിലൊക്കെ ആണെങ്കിൽ നമ്മള് ലിക്വിഡ് ഇടുന്ന ഇതുണ്ടല്ലോ ലിക്വിഡ് അതും വെച്ചിട്ടാണെങ്കിലും എല്ലാം അങ്ങോട്ട് ചെന്നാല് പിന്നെ പേപ്പറും വെച്ചിട്ട് പൂക്കള് എല്ലാം അതൊരു ഭയങ്കര കഴിവാണ്. അത് കണ്ട് കുട്ടികൾക്ക് അത് പഠിക്കാൻ പറ്റിയ ഒരു എന്താ പറയുന്നത്, പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം പോലെയാണ് ഞങ്ങള് വീട്ടിൽ കുറച്ച് അറിവും സമ്പത്തുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവിടെ വന്നാൽ നേരെ തിരിച്ചാണ്, നേരെ വീണ്ടും TV കാര്യങ്ങൾ അങ്ങനെ പോകും. അവിടെ പോകുമ്പോ ഒരു തുറന്നു വിട്ട കൂട്ടിന്ന് തുറന്നു വിട്ട ഇതുപോലെയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാല്. ശരിക്കും ഒത്തിരി അനുഗ്രഹമാണ്. അവര് തന്നെ പറയും ഇത്ര നല്ലതാണ്, നല്ല ഇതാണെന്ന് പറയും. കുറച്ച് നല്ല വായുവും ശ്വസിച്ച് നല്ല വെള്ളവും കിണറ്റിൽ അതൊന്നും തിളപ്പിക്കാതാണ് ഞങ്ങൾ അവിടുത്തെ വെള്ളം എടുക്കുന്നത്. നല്ല ഒരു രുചിയാണത്. അത് ആ കിണറ്റിന്ന് കോരിയിട്ട് തന്നെ അത് കുടിക്കുമ്പോഴത്തെ ആ ഒരു സ്വാദും കാര്യങ്ങളും എല്ലാം അത് ഷെയർ ചെയ്തേ ഉള്ളൂ. താങ്ക് യു. അങ്ങനെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റട്ടെ. ഓക്കെ അതെ, ഓക്കെ, താങ്ക് യു. ഓക്കെ ബൈ. മിസ്സേ ഞാനേ ഈ ക്ലാസ്സസ് ഒക്കെ കുറെ മിസ്സായിരുന്നു. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്നെ അവിടെ ഏകദേശം ഉറപ്പിച്ച പോലെയാണ്. അപ്പൊ ഞാൻ ഡാൻസ് കൊണ്ട് അപ്പൊ പിള്ളേരെ നമ്മൾ നോക്കുകയും ചെയ്യണം, ക്ലാസ്സസ് ഒക്കെ എടുക്കുകയും ചെയ്യണം. അപ്പോൾ ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നത്. പിന്നെ pre-KG ക്ലാസ് ടീച്ചറായിട്ടാണ് കയറിയേക്കുന്നത്. അപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ മിസ്സാവണം. അപ്പം ഞാൻ PG ക്ലാസ്സിലൊക്കെ വളരെ റെയറായിട്ടാണ് കയറിയേക്കണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ നമ്മുടെ വർക്ക് കുറച്ച് പെൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ സെമിനാർ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി എന്താ മിസ് നമുക്ക് സെമിനാർ എടുക്കാൻ പറ്റുക? PGയുടെ സെമിനാർ അല്ലേ? ഇനി നമുക്ക് സെമിനാർ എടുക്കാൻ ക്ലാസ്സിൽ സൗകര്യം ഉണ്ടാവില്ല. ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് എഴുതി വയ്ക്കുക. അതിന് റിപ്പോർട്ട് പതുക്കെ എഴുതിയാലും മതി. ആ വൈവയ്ക്ക് വരുന്ന സമയത്ത് ഒരു 2 minutes തരും. ആ പ്രിപ്പയർ ചെയ്ത ടോപ്പിക് 2 minutes കൊണ്ട് ബ്രീഫ് ചെയ്യാം. നല്ല കോൺഫിഡന്റ് ആയിട്ട് ബ്രീഫ് ചെയ്യണം. നോക്കി വായിക്കാതെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ബ്രീഫ് ചെയ്താൽ മതി.
ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ, 22-ന് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും അന്ന് തന്നെ ആയിരിക്കും എല്ലാവർക്കും, അതോ? ഇത് എല്ലാവർക്കും വരില്ല അരബി. കാരണം എന്താ വെച്ചാൽ ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും. കാരണം ടീച്ചർമാരെല്ലാം പകല് വർക്കിംഗ് ആണല്ലോ. ഇത് ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ 1 മണിക്കൂറിൽ 4 പേരെയൊക്കെ പറ്റുള്ളൂ. ഓക്കെ. വൈകുന്നേരത്തേക്കായിരിക്കും അതോ പകലായിരിക്കും? വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഉള്ള കാരണേ നമുക്ക് പകല് വെക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിരുന്നു, അതാണ് ചോദിച്ചത്. അത് ഞാൻ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വൈബയുടെ സ്ലോട്ട് ഇടുന്ന കുട്ടിക്ക് നിങ്ങള് വർക്കിംഗ് ആണ് അങ്ങനെയുള്ള കാര്യം അറിയില്ലല്ലോ. സ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എന്ത് തന്നെയായാലും നിങ്ങളെ പേഴ്സണലി വിളിക്കും. നിങ്ങളുടെ PROയോ അത് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് വിളിക്കും. വിളിക്കുമ്പോൾ വർക്കിംഗ് ആണ്, ജെനുവിൻ ആണെന്ന് അറിയുമ്പോൾ മാത്രം ആ ടൈം ഒന്ന് മാറ്റി തരും. ഓക്കെ. അപ്പൊ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാലോ, കുഴപ്പമില്ല. ചിലപ്പോ അന്ന് കിട്ടണമെന്നില്ല. അപ്പൊ അറബിക്ക് ഒരു 1:30 കിട്ടു. അപ്പോഴാണ് കോൾ ചെയ്ത് പറയണത് വർക്കിംഗ് ആണ്. അപ്പൊ നൈറ്റ് സ്ലോട്ട് ഫ്രീ ആയിട്ട് വരുന്ന ഒരു ടൈമില് ചിലപ്പോ പിറ്റേ ദിവസം ആവാം, അതിന്റെ പിറ്റേ ദിവസം ആവാം. ഓക്കെ 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 മാം, താങ്ക് യു. Okay then, bye. Okay, ma'am. Bye, ma'am. Thank you.